മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് ഹായ് വിജയ് വിജയ് മാഷേ. മാഷേ. ഹായ് മാഷേ. ഹായ് വിജയ് ഹായ് മാഷേ. ഹായ് ഹായ് വിജയ് മാഷേ. ഹായ് ഹായ് മാഷേ. ഹായ്. ഹായ് വിജയ മാഷ്. ഏതായാലും ആൽക്കഹോളിക്സ് അനോണിമസിലെ ഇരിക്കുന്നത് കൊണ്ട് ഇന്ന് സുഖമായിരിക്കുന്നു. ഇന്ന് 20 വർഷവും 8 മാസവും ചില്ലറ ദിവസമായിട്ടുണ്ട്. ജൂലൈ 9 ആയാലാണ് 21 വർഷമാവുക. ആൽക്കഹോളിക്സ് അനോണിമസോട് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നത്. ഇന്ന് ഇവിടെ കേരളത്തില് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ചെറിയ പെരുന്നാളിന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച മിന്നൽ സ്റ്റാറില് നമ്മള് തിങ്കളാഴ്ച തുടങ്ങി വെച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. എന്തിന് കുടിക്കാതിരിക്കണം എന്നുള്ളത്. എന്തിന് കുടിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിനൊക്കെ നമുക്ക് ഉത്തരം ഉണ്ടായിരുന്നു. എന്തിനാ കുടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ടെൻഷൻ മാറാൻ, പ്രശ്നം പരിഹരിക്കാൻ, രസം കിട്ടാൻ, സന്തോഷം കിട്ടാൻ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ, യാത്ര പോകുമ്പോൾ രസമാക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ മദ്യം കൊണ്ട് ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കുടിക്കാതിരിക്കണം എന്നുള്ള ഒരു എന്തിനാ ഞാൻ കുടിക്കാതിരിക്കുന്നേ? ഏതായാലും ജനിച്ചു ജീവിച്ചു, ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നേക്കാൾ നല്ലത് കുടിച്ചു മരിക്കുന്നല്ലേ. കുടിക്കാതെ ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുടിക്കാതെ ഇരിക്കുക എന്ന് പറയും. അപ്പൊ ഈ അങ്ങനെ ഒരു സംഗതി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് കുടികൊണ്ടാണ് എന്ന് സമ്മതിക്കാൻ നമ്മൾ പലരും തയ്യാറായില്ല. നമ്മളിങ്ങനെ ഇങ്ങനെയാണ് പറയുക. അതായത് കുടിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയല്ലേ. എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? അതിൽ നല്ലത് കുടിക്കാണ്. അപ്പൊ ഒരു മദ്യാസക്ത രോഗിയായി പോയത് കൊണ്ടാണ് ഞാന് പിന്നെയും കുടിച്ചത് എന്ന് മനസ്സിലാക്കുകയും ഈ മദ്യാസക്ത രോഗം ബാധിച്ചത് ശരീരത്തിനെ മാത്രമല്ല, ശാരീരിക അലർജി മാത്രമല്ല, ഇത് മനസ്സിനെയാണ് ബാധിച്ചത്. മനസ്സിന്റെ എന്താ പറയാ, ഈ ബോധ മനസ്സിനെ അത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ബോധ മനസ്സിനെ കണ്ണും തുറന്നു വെച്ച് ഇങ്ങനെ കാണുന്ന കാഴ്ച, നോക്കുന്ന നോട്ടം ബോധമനസ്സാവില്ല. ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണർന്നു വന്ന് ചായ കുടിക്കുന്നു, ഞാൻ ചുറ്റുമുള്ള കാഴ്ചകൾ കാണുന്നു, പത്രം എടുക്കുന്നു, വായിക്കുന്നു, എങ്ങനെയൊക്കെ പറയുന്ന എനിക്ക് ബോധമുണ്ട് എന്ന് നമ്മൾ പറയും. അതാണ് ബോധം. എനിക്ക് ബോധമുണ്ട്. പക്ഷെ ഈ ബോധത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് അയാളുടെ ഉള്ളാണ്. ഉള്ള് ഉപബോധ മനസ്സാണ്. ആ ഉപബോധ മനസ്സിലുള്ള ഇത്രയും കാലം ഉണ്ടാക്കി വച്ചിട്ടുള്ള ചില ആശയ സംഹിതകളുടെ ഒരു റിസൾട്ടാണ് അയാളുടെ ബോധ മനസ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അവിടെ നിന്നുള്ള ഈ അറ്റാക്ക് നിരന്തരം ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഉള്ളിൽ നിന്നുള്ള തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ ഈ ബോധ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങും. കാര്യം നമ്മൾ കണ്ണും തുറന്ന് വെച്ച് രാവിലെ എഴുന്നേറ്റ് ഉഷാറായി കുളിച്ച് കുട്ടപ്പനായി ഇരിക്കുന്നുണ്ട്, എല്ലാം റെഡിയാണ്, ചുറ്റുവട്ടം നോക്കുമ്പോൾ ഒക്കെ നല്ല കാലാവസ്ഥയൊക്കെയാണ്, ബോധമുണ്ട്. പക്ഷെ ഉള്ളിൽ നിന്നുള്ള ഈ തള്ളലിന്, കുടിക്കാനുള്ള ഈ ഒരു ഇൻസ്പിറേഷന് തടയാൻ കഴിയുന്നില്ല. മെല്ലെ ഷർട്ടിട്ട് ഒരെണ്ണം അടിച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് ഇറങ്ങുന്നു. ആ ഒരെണ്ണം അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വരാമെന്ന് വിചാരിച്ച് പോകുന്ന പോക്ക് തിരിച്ചു വരുന്നത് 1, 2, 4 അല്ല 5, 6 അടിച്ചിട്ടാ വരുന്നത്. അപ്പൊ ആ ഒരു രാവിലത്തെ ആ ഉണർന്നിരിക്കുന്ന ആ മനസ്സ് നമ്മൾ വിചാരിക്കുന്നത് ബോധ മനസ്സാണ്. അത് യഥാർത്ഥത്തിൽ ബോധ മനസ്സല്ല, സുബോധ മനസ്സല്ല,
ഒരു സുബോധമില്ലാത്ത മനസ്സാണ്. കാരണം ആ മനസ്സിന് സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള പവർ ഇല്ലാത്ത മനസ്സാണ്. സ്വതന്ത്രമായി, അതായത് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള ശക്തി ഇല്ലാത്ത ഒരു മനസ്സാണ് ആ ഒരു ഉള്ളത്. എടുക്കുന്ന തീരുമാനം വിശകലനം ചെയ്യുകയും അത് തീരുമാനം എടുക്കുകയും ആ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് ബോധ മനസ്സ് അല്ലെങ്കിൽ സുബോധ മനസ്സ്. മദ്യാസക്തന്റെ മനസ്സ് സുബോധ മനസ്സല്ലാത്തതിന്റെ കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോ അല്ലെങ്കിൽ രാത്രി കുടിച്ചു വന്ന് കിടക്കുമ്പോ തീരുമാനിക്കും നാളെ അടിക്കില്ല എന്ന്. അതല്ലെങ്കിൽ കുടിക്കാൻ പോകുമ്പോ വിചാരിക്കും ഇന്നും കൂടെ അടിച്ച് നാളെ നിർത്താമെന്ന്. നേരം വെളുക്കുമ്പോ വിചാരിക്കും, എഴുന്നേൽക്കുമ്പോ വിചാരിക്കും വിശ്വ വേണ്ടിയിരുന്നില്ല, അത്രയും കുടിക്കേണ്ടിയില്ലായിരുന്നു എന്നുള്ള സങ്കടപ്പെട്ട് എഴുന്നേക്കും. പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരെണ്ണം പോയി അടിച്ചേക്കാന്ന് വിചാരിക്കും. എടുക്കണ തീരുമാനത്തിന് അല്പ ആയുസേ ഉള്ളൂ. അത് തീരുമാനം എടുക്കാഞ്ഞിട്ടൊന്നുമല്ല, കുടിക്കണ്ട, കുടിച്ച് ശരിയായില്ല, അവരെ അങ്ങനെ എങ്ങനെയൊക്കെ നോക്കുന്ന തീരുമാനം എടുത്തെങ്കിൽ പോലും അതിന് നീണ്ടു നിൽക്കാത്ത ഒരു തീരുമാനം. എന്തുകൊണ്ട് അത് നീണ്ടു നിൽക്കാതെ പോയി എന്നുള്ളത് ഉത്തരം അയാളുടെ മനസ്സ് സുബോധ മനസ്സല്ല. സുബോധ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ഏത് തരത്തിലുള്ള അറ്റാക്കുകൾ വന്നാലും ഈ മനസ്സ് സ്ട്രോങ് ആയി നിലകൊള്ളുന്ന ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ സുബോധ മനസ്സ്. ഈ അറ്റാക്ക് പലതരത്തിൽ വരും. പുറമേ നിന്നുള്ള അറ്റാക്ക് ഉണ്ടാവും, ഉള്ളിൽ നിന്നുള്ള അറ്റാക്ക് ഉണ്ടാവും. പുറമേ നിന്നുള്ള അറ്റാക്ക് എന്ന് പറഞ്ഞാല് ആൾക്കാര് നമ്മളോട് ചിലപ്പോൾ മോശമായിട്ട് പെരുമാറും, വളരെ മോശമായിട്ട് പെരുമാറും, മോശമായിട്ട് വർത്തമാനം പറയും. ചിലപ്പോ എന്താ പറയാ, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കും. ആൾക്കാർ ചിലപ്പോ അയാളുടെ ഫേസ് എക്സ്പ്രഷൻ പോലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ആൾക്കാരൊക്കെ പെരുമാറുക. ചിലപ്പോൾ കളിയാക്കും, കുറ്റപ്പെടുത്തും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെയല്ല നമ്മുടെ ചിലപ്പോൾ വീട്ടുകാരോ കുടുംബക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ പുറമേ നിന്നുള്ള ആൾക്കാരുടെ പെരുമാറ്റം നമുക്ക് പിടിക്കാത്ത പെരുമാറ്റങ്ങളുണ്ട്. പുറമേയുള്ള ചില കാലാവസ്ഥകള് നമുക്ക് പിടിക്കാത്തതുണ്ട്, ചില സന്ദർഭങ്ങള് നമുക്ക് യോജിക്കാത്തതുണ്ട്, ചില നഷ്ടങ്ങൾ അല്ല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് യോജിക്കാത്തതുണ്ട്. ഇതിങ്ങനെ പുറമേ നിന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുള്ളതായിട്ട് യോജിക്കാത്തത് വന്നാൽ അപ്പോൾ നമ്മളുടെ ഈ അതായത് സുബോധമുള്ള മനസ്സാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യും. സുബോധമില്ലാത്ത മനസ്സാണ് അതിനെ കൈകാര്യം ചെയ്യാൻ വലിയ പണിയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഉള്ളിൽ നിന്ന് ഇതേ ആയിട്ട് ബന്ധപ്പെട്ട കുറെ സജഷൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയും ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്കലാപ്പിലാവുന്ന ഒരവസ്ഥ വരും. പുറമേ നിന്നുള്ള ഈ ഒരു സമ്മർദ്ദവും അകമേ നിന്നുള്ള ഈ ഒരു സമ്മർദ്ദവും ഈ രണ്ടും കൂടി നമ്മളുടെ ബോധ മനസ്സിൽ വന്നിട്ട് ഭയങ്കരമായ ഒരു അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സുബോധം അങ്ങോട്ട് നഷ്ടപ്പെടുക ചെയ്യും. കുടിച്ചിട്ടില്ല, പക്ഷെ ബോധം നശിച്ചുപോയി. ഈ ബോധം നശിച്ചു പോയി കഴിഞ്ഞാൽ അസ്വസ്ഥമായ മനസ്സുമായി നമ്മൾ നേരെ പോകുന്നത് കുടിക്കാനാണ്. കാരണം ഇതിന്റെ ഒരു പരിഹാരമായിട്ട് നമുക്ക് കണ്ടുവച്ചിട്ടുള്ളത് ആകെ ഒരെണ്ണം അടിക്കാന്നുള്ളതാണ്. അപ്പൊ ഈ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കേണ്ടത് എന്തുകൊണ്ട് കുടിക്കാതിരിക്കണം എന്നുള്ളതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ ബോധ മനസ്സ് ആണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഏറ്റവും വലിയ സമ്പത്ത് ഈ മനസ്സാണ്, ഈ ബോധ മനസ്സ്. അയാളുടെ ശരീരവും അയാളുടെ എന്താ പറയാ ബാക്കി വീടോ ജോലിയോ ഒന്നുമല്ല സംഗതി. ഈ ബോധ മനസ്സ് വളരെ പവർഫുൾ ആയി നിന്നാൽ അയാൾക്ക് ഈ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒക്കെ ഈ പവർഫുൾ ആയിട്ടുള്ള മനസ്സാണ്. ആ മനസ്സിനാണ് നമുക്ക് തകരാറ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ആദ്യം തകരാറ് സംഭവിക്കുന്നത് ഈ ബോധ മനസ്സിനായതുകൊണ്ടാണ് പിന്നീടുള്ള എല്ലാം നമുക്ക് കുറേശ്ശെ നഷ്ടമായത്. അതായത് ബന്ധങ്ങൾ തകർന്നു പോയി, സമ്പത്ത് കൈവിട്ടു പോയി, ജോലി പോയി, ആരോഗ്യം പോയി, ഇങ്ങനെ എല്ലാ സാധനവും പോവാനുണ്ടായ ആദ്യത്തെ നഷ്ടം എന്ന് പറയുന്നത് ബോധം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ഈ ബോധം
നഷ്ടപ്പെട്ടു പോയപ്പോൾ മനസ്സിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ശക്തി കുറഞ്ഞു. മനസ്സിന് പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സമയത്ത് ഈ മനസ്സിനെ പവർഫുൾ ആക്കി എടുക്കാൻ വേണ്ട ഒരു സംഗതി പ്ലഷറാണ്, സന്തോഷമാണ്. ഈ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും നമുക്ക് മുന്നോട്ട് പോവാനുള്ള ഒരു എനർജി ഉണ്ടാവുക, കാര്യങ്ങൾ ചെയ്യാനും. ഈ സന്തോഷം കിട്ടണം. അപ്പൊ ഈ സന്തോഷം നമുക്ക് നോർമലി കിട്ടാനുള്ള യാതൊരു സോഴ്സും ഇല്ലാത്തത് കൊണ്ട് കൃത്രിമമായി ഈ പ്ലഷർ കിട്ടാനുള്ള ഒരു മെഡിസിൻ ആണ്, ഒരു കെമിക്കലാണ് ആൽക്കഹോൾ. അപ്പോ ഈ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ശരീരത്തില് ഈ ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് 1-2 മണിക്കൂർ നേരത്തേക്ക് ഡോപ്പാമിൻ ഉൽപ്പാദിപ്പിച്ച് നല്ല പ്ലഷർ ഉണ്ടാവുന്നു, ഒരു അനുഭൂതി ഉണ്ടാവുന്നു. ഈ അനുഭൂതി വരുന്നതോടുകൂടി ഈ പറഞ്ഞ ഉപബോധ മനസ്സിൽ നിന്നുണ്ടാക്കിയ അങ്കലാപ്പും ഈ പറഞ്ഞ ചുറ്റുവട്ടത്തുണ്ടാക്കിയ എല്ലാം കൂടി ഉണ്ടാക്കിയ ഈ ബോധ മനസ്സിനുണ്ടാക്കിയ അങ്കലാപ്പുകളെല്ലാം, പ്രശ്നങ്ങളെല്ലാം തൽക്കാലം അവിടെ അവിടെ അടിച്ചമർത്തപ്പെട്ടു. കാരണം ഇപ്പോൾ കൃത്രിമമായി ഒരു ഡോപ്പാമിൻ ഉണ്ടാക്കിയ ഒരു സന്തോഷാവസ്ഥയിലാണ്. അത് 2 മണിക്കൂർ നേരത്തേക്കേ അതുള്ളൂ. അത് വീണ്ടും അതിന്റെ ഒരു അവസ്ഥ അത് പിൻവലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ, അതിന്റെ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഈ ബോധ മനസ്സ് മെല്ലെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും അവിടെ വീണ്ടും അസ്വസ്ഥത തളം കെട്ടി നിൽക്കുകയാണ്. ആ അസ്വസ്ഥത തളം കെട്ടി നിൽക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഈ ഒരു സംഗതി പുറമേ നിന്നുള്ളതും അകമേ നിന്നുള്ളതും എല്ലാം കൂടി ആകെ അസ്വസ്ഥമായി നിൽക്കുന്നു. ഈ അസ്വസ്ഥത വരുന്നതോടുകൂടി കുടിക്കുന്നതോടുകൂടി അസ്വസ്ഥത കൂടുന്നു, അസ്വസ്ഥത കൂടുന്നതോടുകൂടി വീണ്ടും കുടിക്കുന്നു. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിനൊക്കെ ഇടയിൽ നമ്മളുടെ ഈ സുബോധാവസ്ഥ മൊത്തം അങ്ങോട്ട് തകരാറിലാവുന്നു. കാര്യങ്ങളെ കാണുന്ന കാഴ്ച, അത് എടുക്കുന്ന രീതി, പ്രശ്നം പരിഹരിക്കുന്ന രീതി എന്ന് വേണ്ട ഈ മനസ്സാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഉള്ളത്. അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം അത് ഏതൊക്കെയോ തരത്തില് ഏതൊക്കെയോ റൂട്ടിൽ കൂടെ അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലാണ് ഒരു മദ്യാസക്തനുള്ളത്. അതുകൊണ്ടാണ് ഈ മദ്യപിക്കാതെ ഇരുന്നാൽ മാത്രമേ ഈ ഒരു മദ്യാസക്തനായുള്ള ആൾക്കാർ ഇങ്ങനെ മദ്യപിച്ചു പോകുമ്പോൾ അയാൾ മദ്യപിക്കാതിരുന്നാൽ മാത്രമേ ഇയാളുടെ ഈ ബോധ മനസ്സ് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ബോധ മനസ്സ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ലോകത്തെ ഈ നല്ല തെളിമയാർന്ന കണ്ണുകളോടുകൂടി നോക്കാൻ കഴിയുള്ളൂ. ശുദ്ധമായ കണ്ണുകളോടുകൂടി നോക്കാൻ കഴിയുക. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലെ കാഴ്ചപ്പാട് മാറും. കാഴ്ചപ്പാട് മാറുമ്പോൾ നമ്മളുടെ കാഴ്ചയും മാറും. അങ്ങനെ ഉള്ളിലെ കാഴ്ചപ്പാട് മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് ബോധ മനസ്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിയായ ഇൻപുട്ട് മനസ്സിൽ കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തെളിമയാർന്ന മനസ്സാക്കി വെക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നതാണ് മദ്യം എന്നുള്ളത് കൊണ്ടാണ് ഈ മദ്യപിക്കാതിരിക്കണം എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഒരു പവറും ഒരു ശക്തിയും ഒരു കാര്യവും നമുക്ക് ശരിയായി ചെയ്യാൻ കഴിയില്ല. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഞാൻ മദ്യപിച്ച ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഒരുപാട് നല്ല കാര്യങ്ങൾ മദ്യപിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവരുടെ സുബോധത്തിന് വലിയ തകരാറ് സംഭവിക്കാതെ ഇരുന്നു എന്നുള്ളതാണ്. കാരണം ഈ മദ്യപിച്ച് നല്ല ഡോപ്പാമിൻ ഉണ്ടാക്കി നല്ല എനർജിയുള്ള നല്ല പവർഫുൾ ആയ കുറച്ചു കാലം വളരെ സുഖകരമായി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മിക്കവാറും മദ്യപന്മാർ. പക്ഷെ ഈ ഒരു അവസ്ഥാവിശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ അത് അളവ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയും ചെയ്തത് നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ്. ആ സമയത്താണ് നമ്മൾ ഇതിനെ എന്താ പറയാ, നമുക്ക് പറ്റാത്ത ഒരു സംഗതിയായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞത്, മദ്യാസക്ത രോഗിയായിട്ട് തിരിച്ചറിഞ്ഞത്. അപ്പൊ ആ രോഗി എന്ന ഒരു ലെവലിലേക്ക് എത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സുബോധത്തിന് ആയി കഴിഞ്ഞിരിക്കണു. എന്നാൽ 1-2 പെഗോ അടിച്ച് സുഖമായിട്ട് സുബോധത്തിന് തകരാറാവാതെ കുടിക്കുന്ന ആൾക്കാര് നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ കുടിക്കുന്ന എല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ
ഇത് നമുക്കൊക്കെ നല്ല അനുഭവമുള്ളതാണ്. ആദ്യത്തെ 1, 2, 3, 4 കൊല്ലക്കാലം ഇത് നമ്മുടെ ബോധത്തെ ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല. പക്ഷേ മെല്ലെ മെല്ലെ ഈ മദ്യം ഈ കുടിക്കുന്നതിന്റെ കൺട്രോള് നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ട് മദ്യം അത് ഏറ്റെടുക്കുന്ന ഒരവസരം വന്നപ്പോഴാണ് നമ്മളൊരു മദ്യാസക്ത രോഗിയുടെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് നേരത്തെ മദ്യാസക്ത രോഗിയാണ്. പക്ഷെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ 4 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലക്ഷണം കാണിക്കാൻ തുടങ്ങിയ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ഒരു സംഗതി എന്റെ പിടുത്തത്തിൽ നിൽക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലായത് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ്. ഒരു 30 വയസ്സൊക്കെ ആയപ്പോഴേക്കും എനിക്ക് സംഗതി മനസ്സിലായി. 20-ാമത്തെ വയസ്സിൽ കൂടി തുടങ്ങി. പിന്നെ അത് ഗവേഷണം പരീക്ഷണങ്ങളൊക്കെ നടത്തി നടത്തി അങ്ങനെ പിന്നെ 9 കൊല്ലം കൂടെ പോയി 39-ാമത്തെ വയസ്സിലാണ് കുടി നിർത്തുന്നത്. ഇതേപോലെ ആദ്യത്തെ കുറച്ചു കാലം കുടിച്ചപ്പോഴൊക്കെ ഹൈ എനർജി ആയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള കാലം എന്ന് പറഞ്ഞപ്പോ ഈ വിശകലന ചിന്ത ഇല്ലേ ഇല്ല. കാരണം ഈ മദ്യപിക്കുക എന്നുള്ള അതിന്റെ ആ ഒരു തീരുമാനം ആദ്യം എടുത്തിട്ടാണ് കമ്മിറ്റി കൂടുന്നത്. സാധാരണ കമ്മിറ്റി കൂടിയിട്ടാണല്ലോ തീരുമാനം എടുക്കുക. പക്ഷെ ഇത് തീരുമാനം എടുത്ത ശേഷം കമ്മിറ്റി കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ്, അതായത് തീരുമാനം സാങ്ഷൻ ആക്കാൻ വേണ്ടി യോഗം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് പിന്നീടുള്ള കാരണം. അതായത് കുടിക്കണം, അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുക. കുടിക്കണോ കുടിക്കണ്ടോ എന്നുള്ള ആലോചന ഒന്നുമില്ല. അപ്പൊ നമ്മള് ഈ ഒരു അവസ്ഥയിൽ എത്തിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് കുടിക്കാതിരിക്കുകയാണ് ഈ ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു സുബോധം നമുക്ക് നിലനിന്നാൽ മാത്രമേ എന്താ പറയാ ശാരീരികമായിട്ടുണ്ടാവുന്ന അസുഖത്തെക്കാൾ ഉപരി മാനസികമായിട്ട് ഈ നേരത്തെ പറഞ്ഞ എല്ലാ മേഖലയിലും ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയുസ് അടക്കം കുറഞ്ഞു പോകുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേര് നമുക്കറിയാം വലിയ ആയുസ്സൊന്നും ഇല്ലാണ്ട് മരിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ മരണം എന്താ പറയാ പ്രവചിക്കൊന്നുമല്ല. എന്നിരുന്നാൽ പോലും വരുത്തി വെക്കുന്ന ഒരു വിന ആയി മാറരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ അങ്ങനെ ഈ കുടി നമുക്കൊരു പ്രശ്നമാണ് എന്ന് തോന്നിയപ്പോ അത് നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്, നമ്മുടെ സുബോധത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ ആ സുബോധത്തെ പൂർവ്വസ്ഥിതിയിൽ, അതായത് നമ്മൾ കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 20 വയസ്സിലാണ് കുടിച്ചതെന്ന് കരുതുക. ചില ആൾക്കാര് വിചാരിക്കുന്നത് 20-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ കുടി കുടിച്ചത്, 40-ാമത്തെ വയസ്സിലാണ് കുടി നിർത്തുന്നത്. അപ്പൊ 40-ാമത്തെ വയസ്സിൽ കുടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 20-ാമത്തെ വയസ്സിലുള്ള ആ സുന്ദരമായ മനസ്സ് തിരിച്ചു കിട്ടിയെന്നാണ് വിചാരിക്കുക. അത് ഈ കുടിയൻ മാത്രമല്ല വിചാരിക്കുന്നത്, കുടിയന്റെ വീട്ടുകാർ വിചാരിക്കണു, കൂട്ടുകാർ വിചാരിക്കണു, നാട്ടുകാരൊക്കെ വിചാരിക്കുന്നു അയാൾ കുടി നിർത്തി. കാരണം അയാൾ കുടിക്കുന്നതിന് മുമ്പ് അയാൾ നല്ല മനുഷ്യനായിരുന്നല്ലോ. പിന്നെ അയാൾ ഏതോ ഒരു ഘട്ടത്തിൽ കുടി തുടങ്ങിയപ്പോ അയാൾ മോശം സ്വഭാവമായി. ആ മോശം സ്വഭാവമായ ആള് പെട്ടെന്ന് കുടി നിർത്തി കഴിഞ്ഞപ്പോ അയാൾ കുടി നിർത്തി. എന്തൊരു സന്തോഷം എന്നറിയാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോയ സ്ഥലത്ത് 2 പേര് അവരുടെ ഭാര്യമാരെയും കൂട്ടിയാ വന്നിരിക്കണേ. അവരൊക്കെ കുടി നിർത്തിയിട്ട് 10 ദിവസം 15 ദിവസമൊക്കെ 2 പേരാണ്. ആ ഭാര്യമാരുടെ മുഖത്തൊക്കെ എന്തൊരു സന്തോഷമാണെന്നോ. ആ സന്തോഷത്തിന്റെ കാരണം എന്താന്ന് വെച്ചാല് അവര് കുടി നിർത്തി. ആ കുടി നിർത്തി എന്ന് പറഞ്ഞാൽ അപ്പൊ അവരുടെ മനസ്സിലുള്ളത് ഈ കുടിക്കാത്ത ഇവരെ നല്ല പോലെ അറിയാം, കുടിക്കുന്നതിന് മുമ്പുള്ള. അപ്പോ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു കിട്ടി. അതായത് എന്താ പറയാ, ഒരു യാത്ര പോയിട്ട് തിരിച്ചു വന്നതുപോലെ എന്നൊരവസ്ഥയിലാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തില് ഈ പറഞ്ഞ ഈ ബോധ മനസ്സിനെ ആകെ തകരാറിലാക്കിയിട്ടാണ് ഇയാൾ ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇപ്പോ ഇയാള് ആ 20-ാമത്തെ വയസ്സിൽ കുടി നിർത്തിയ ആ മനസ്സേ അല്ല, കുടിയിലേക്ക് നയിക്കുന്ന ആയിരക്കണക്കിന് കാരണങ്ങളും ചിന്തകളും നെഗറ്റീവ് ചിന്തകളും എന്താ പറയാ ദുശാഠ്യങ്ങളും കഷ്ടപ്പാടുകളും, എന്താ പറയാ അവനവനെ കുറിച്ചുള്ള എന്താ പറയാ ഒരു
മതിപ്പില്ലായ്മയും ദേഷ്യവും സങ്കടവും കുറ്റബോധവും ഇതെല്ലാം നിറഞ്ഞ ഒരു മനസ്സാണ് ഈ 10, 15 അല്ല 20 വർഷത്തെ കുടിയിലൂടെ അയാൾ നേടിയിട്ടുള്ളത്. അപ്പൊ അയാള് കുടി അങ്ങ് നിർത്തി കഴിഞ്ഞപ്പോ ആ പഴയ 20-ാമത്തെ വയസ്സിലെ മനസ്സല്ല തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷെ അവിടേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇയാള് ഇവിടെ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ഇയാൾ നിരന്തരമായി കുറച്ച് സമയം എടുത്ത് അയാളുടെ മനസ്സിനെ പഠിച്ചിട്ട് അയാള് മാറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാല് AI വരുന്നതിന് മുമ്പ് ഈ കണ്ണും ചെവിയും മൂക്കും നാക്കും ഒക്കെയുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങള് പുറമേക്കാണല്ലോ ഉള്ളെ. 5 ഇന്ദ്രിയങ്ങള് പുറമേക്കാ. പ്രത്യേകിച്ച് കണ്ണും മൂക്കും ചെവിയും ഒക്കെ. കണ്ണും മൂക്കും ചെവിയും ഒക്കെ പുറത്തേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറമേ ഉള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഈ ഉള്ളിലേക്ക് കയറിയിരുന്നത്. ആ ചുറ്റുവട്ടത്തുള്ള സംഗതികൾ മുഴുവനും കാണുകയും കേൾക്കുകയും ചെയ്തു. അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. ചിലത് നല്ലത് കാണുകയും ചെയ്തു. ചിലത് കുറ്റം പറയുകയും ചെയ്തു. അങ്ങനെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പുറമേ ഉള്ളതിനോടൊക്കെ. കാണാതെ പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ ആ 5 ഇന്ദ്രിയങ്ങൾ കാണാതെ പോയി എന്നുള്ളതാണ്. അതായത് അവനവനെ കാണാതെ പോയിരുന്നു. ഈ പറഞ്ഞ നാട്ടിലുള്ള ആൾക്കാരെ പോലെ ഒരാളെ പോലെ പോലും എന്റെ ഉള്ളിലേക്ക് നോക്കി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, എന്റെ കുറവുകൾ തിരിച്ചറിയാൻ, എന്റെ കൂടെ നിൽക്കാൻ, എന്നെ സഹായിക്കാൻ, എന്റെ കഴിവും കഴിവുകേടും തിരിച്ചറിയാൻ, എന്റെ അവസരങ്ങൾ തിരിച്ചറിയാൻ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തെറ്റുപറ്റി പോകുന്നു എന്ന് മനസ്സിലാക്കാൻ എന്റെ ഉള്ളിലേക്ക് നോക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. ഈ ഒരു അവനവന്റെ ഉള്ളിലേക്ക് നോക്കി അവനവനെ കണ്ടെത്താൻ ഒരവസരം കിട്ടിയത് ആൽക്കഹോളിക്സ് അനോണിമസ് വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അവനവന് വേണ്ടിയുള്ള പരിപാടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല. എനിക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, എന്റെ സുബോധത്തിന് വേണ്ടിയാണ്. എന്റെ സുബോധത്തിന് വേണ്ടിയാകുമ്പോൾ ഞാൻ നോക്കേണ്ടത് എന്റെ ഉള്ളിലേക്കാണ്, എന്റെ മനസ്സിലേക്കാണ്, എന്റെ ചിന്തയിലേക്കാണ്. ഓക്കെ. അങ്ങനെ ഈ ടോർച്ച് നേരെ ഉള്ളിലേക്ക് അടിച്ചു വെച്ചിട്ട് ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, ഞാൻ ആരെയൊക്കെ ഒപ്പമാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ പോണ എങ്ങോട്ടാണ്, അതിന് ഞാൻ ഈ വഴിയാണോ തിരഞ്ഞെടുക്കേണ്ടത്, വേറെ ഏതെങ്കിലും വഴിയുണ്ടോ, ഇപ്പൊ പോണ വഴി ശരിയാണോ, മറ്റെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ, എന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടർ മാറ്റേണ്ടതുണ്ടോ, ഞാൻ എല്ലാ വികാരങ്ങളും ശരിയായിട്ടാണോ പ്രകടിപ്പിക്കുന്നത്, ദേഷ്യം ഞാൻ മര്യാദക്കാണോ പ്രകടിപ്പിക്കുന്നത്, സങ്കടവും ഭയവും കുറ്റബോധം തുടങ്ങിയിട്ടുള്ള എന്റെ വികാരങ്ങളെ ഞാൻ നിയന്ത്രിക്കേണ്ടത് ഞാനാണല്ലോ, അത് ഞാൻ മര്യാദക്കാണോ നിയന്ത്രിക്കുന്നത്, തീരുമാനങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത് ശരിയാണോ, സ്വാതന്ത്ര്യം എനിക്കുണ്ട്, പക്ഷെ ഞാൻ വേറെ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നുണ്ടോ, എനിക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നുണ്ടോ, ഞാന് എല്ലാ ജീവജാലങ്ങളോടും ആദരവ് കാണിക്കേണ്ടത് ആ ഒരാളാണ് മനുഷ്യൻ. ഞാൻ എല്ലാവരോടും ആദരവ് കാണിക്കുന്നുണ്ടോ, ബഹുമാനം കാണിക്കേണ്ടടുത്ത് അത് കാണിക്കുന്നുണ്ടോ, വാത്സല്യം കാണിക്കുന്നുണ്ടോ അത് കാണിക്കുന്നുണ്ടോ, ഇഷ്ടം കാണിക്കേണ്ടടുത്ത് സ്നേഹം കാണിക്കേണ്ടടുത്ത് അത് കാണിക്കുന്നുണ്ടോ, ഞാന് താങ്ക്സ് പറയേണ്ടടുത്ത് താങ്ക്സ് പറയുന്നുണ്ടോ, നന്ദി പറയുന്നുണ്ടോ, ഞാന് ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കുന്നുണ്ടോ, എനിക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ ഈ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്, അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ, അവരോടൊക്കെ ഞാൻ ഉള്ളില് പകയോ നീരസമോ കൊണ്ട് നടക്കുന്നുണ്ടോ, അതോ
അതൊന്നും എന്നെ ബാധിക്കാത്ത വിധത്തിൽ ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കി നിർത്തിയിട്ടുണ്ടോ? പുറമേ നിന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കയറി എൻ്റെ മനസ്സിനെ അറ്റാക്ക് ചെയ്ത് എൻ്റെ മനസ്സിനെ ഡിസ്റ്റർബൻസിലേക്ക് കൊണ്ടുവരാൻ എന്താ പറയാ സാധിക്കാതെ ഞാൻ അതിനെ പുറമേ നിർത്തിയിട്ടുണ്ടോ? ഞാനൊരു ഗേറ്റ് കീപ്പർ വെച്ചിട്ടുണ്ടോ മനസ്സിന്? വേണ്ടാത്തവന്മാരൊന്നും അകത്തേക്ക് കയറ്റാതെ. ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിലൊരു ഗേറ്റ് കീപ്പർ വെക്കുക. അങ്ങനെ ഗേറ്റ് കീപ്പർ വെച്ച് വേണ്ടാത്തതൊക്കെ അകത്ത് കയറി അസ്വസ്ഥ ഉണ്ടാക്കുന്നത് പോലെയാണോ ഞാൻ ചെയ്യുന്നത്? മറ്റുള്ള ഈ ചുറ്റുവട്ടത്തുള്ള സംഗതികൾ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സില് ഇത്തരത്തിലുള്ള വികാരങ്ങള്, അതേപോലെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ. അപ്പൊ ഈ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് മാറ്റുവാൻ പറ്റാത്ത, അതായത് ചുറ്റുവട്ടത്തുള്ള ഒരു സംഗതിയെയും എൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. എൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലാത്ത മറ്റുള്ളവരുടെ പെരുമാറ്റം, പ്രകൃതിയിലെ ശക്തികള്, ഇതൊന്നും എൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. ഞാനായിട്ട് നോക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആകെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ചിന്തകളെ മാത്രമാണ്. എൻ്റെ വിചാരങ്ങളെയും എൻ്റെ വികാരങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അതാണ് മാറ്റാൻ പറ്റുന്നത്, അത് മാത്രമേ ഉള്ളൂ. ഇത് മാറ്റാൻ പറ്റാത്തതാണ് പുറമേ ഉള്ളതൊന്നും. ആൾക്കാരുടെ പെരുമാറ്റം, സിറ്റുവേഷൻസ്, പ്രകൃതി ശക്തികള്, പ്രപഞ്ചം, ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റാത്ത സംഗതികള് എൻ്റെ മനസ്സിന് യോജിക്കാത്തതായിട്ട് വരികയാണ് എങ്കിൽ ഞാൻ വളരെ അസ്വസ്ഥനാവുന്നു, ഭയങ്കരമായി ഇറിറ്റേറ്റഡ് ആവുന്നു. ഈ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഒന്നുകിൽ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ അതിനെ സഹിക്കുന്നു. സഹിക്കുമ്പോൾ നീരസം കുമിഞ്ഞുകൂടുന്നു, അതൊരു ഘട്ടത്തിൽ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു. ആ നീരസത്തിലേക്ക് പോവാതെ, പൊട്ടിത്തെറിയിലേക്ക് പോവാതെ, ഈ സംഗതി നമ്മുടെ മനസ്സിലേക്ക് കയറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതായത് അവരുടെ പാടായി, അതങ്ങനെ നടന്നോട്ടെ, അതെനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ എന്തിനാ എടുക്കാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്ന ഒരു ബോധ മനസ്സിന്റെ ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോ ഈ ചുറ്റുവട്ടത്തുള്ള മാറ്റാൻ പറ്റാത്തതൊക്കെ നമ്മൾ എടുക്കുന്നത് പ്രശാന്ത മനസ്സോടുകൂടിയായിരിക്കും. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് യഥാർത്ഥത്തില് നമുക്ക് നമ്മളുടെ മനസ്സ് പ്യൂരിഫൈ ചെയ്യപ്പെടുക. അങ്ങനെ പ്യൂരിഫൈ ചെയ്ത ഒരു മനസ്സാണ് നമ്മളെ കാണിച്ചു തരാൻ പറ്റും. നമ്മളുടെ ലക്ഷ്യങ്ങള്, നമ്മളുടെ എന്താ പറയാ, ഇനി എന്താണ് ചെയ്യേണ്ടത്, ശരിയായ തീരുമാനം, ശരിയായ വിശ്വാസം, ശരിയായ കാഴ്ചപ്പാട്, ഇതൊക്കെ ഉണ്ടാക്കി തരണമെങ്കിൽ ആദ്യം ഈ മനസ്സിനെ സ്വതന്ത്രമാക്കി എടുക്കണം. ഈ സ്വതന്ത്രമാക്കി എടുക്കണമെങ്കിൽ ആദ്യം മാറ്റി വെക്കേണ്ടത് കുടിയാണ് മാറ്റി വെക്കേണ്ടത്. അപ്പൊ എന്തുകൊണ്ട് കുടിക്കാതിരിക്കണം എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ പറയുന്നത്. നമുക്ക് ഈ ജീവിതത്തില് നമുക്ക് നേടേണ്ട അല്ലെങ്കിൽ ലക്ഷ്യം, പല ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ജീവിക്കുന്നതെന്ന്, ലക്ഷ്യം എന്താണ്, എത്ര കാലം ജീവിക്കുമെന്ന് ചോദിച്ചാൽ അതും ഒന്നുമില്ല, എത്ര ദിവസത്തെ യാത്രയാണെന്ന് ചോദിച്ചാൽ അതുമില്ല, എങ്ങോട്ടാ പോണതെന്ന് ചോദിച്ചാൽ അതുമില്ല, എങ്ങനെയാ പോണതെന്ന് വെച്ചാൽ അതുമില്ല. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗീറിട്ട് എങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. കുറെയൊക്കെ നമുക്ക് നമ്മളുടെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ പോകാൻ കഴിയും. നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്റെ നല്ല പിൻബലം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും ഏറ്റവും ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ആ ഹാപ്പിയായി യാത്ര ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതങ്ങോട്ട് മാറ്റിവെച്ചാലും പോരാ, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു രക്ഷയില്ല, നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഈ ബോധ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കുന്ന ഒരു വമ്പൻ പ്രക്രിയ നടത്തി കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ്. മാറ്റാൻ പറ്റാത്തവയൊക്കെ ഈ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ്, പിന്നെ മാറ്റാൻ പറ്റുന്ന ഈ ഉള്ളിലെ എൻ്റെ മനസ്സ്,
അപ്പൊ രണ്ട് പുറമേ നിന്നുള്ളതും അകമേ നിന്നുള്ളതും. പുറമേ നിന്നുള്ളത് അതിനെ ഇങ്ങോട്ട് കയറ്റാതിരിക്കുക. അതും എങ്ങനെ ഇറിറ്റേറ്റഡ് അല്ല, അത് ശാന്തമായിട്ട്. ഇത് ഉള്ളിൽ നിന്നുള്ളത് നമ്മളുടെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ നമുക്ക് നിയന്ത്രിച്ച് മാറ്റാൻ കഴിയും. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ബോധമുള്ള ഒരു മനസ്സ് കിട്ടും. ഈ ബോധമുള്ള മനസ്സ് തെളിമയാർന്ന കണ്ണുകളോടുകൂടി അപ്പോഴേ നമ്മുടെ കാഴ്ചപ്പാട് മാറി. കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയും മാറി. ആൾക്കാരെ കാണുന്ന ഇപ്പൊ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് തന്നെയാണ്, പക്ഷെ അത് വേറെ ഒരു ആംഗിളിലാണ് നമ്മൾ കാണുന്നത്. ഓരോരുത്തരും ഓരോ ആംഗിളിലാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ആക്ടിവിറ്റി ചെയ്യിച്ചിരുന്നു. അപ്പോൾ ഇത് ഈ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. ഒരു 10 സാധനം മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് 10 പേരോട് അത് സൂക്ഷിച്ചു നോക്കാൻ ഒരഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പൊ ചില ആൾക്കാര് അത് ഓരോരുത്തരും അത് നോക്കിയിട്ട് അവരുടെ കാഴ്ചപ്പാടിലാണ് കണ്ടത്. ഒരു പെയിന്റർ അത് നോക്കിയിട്ട് അതിന്റെ കളറാണ് അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചത്. വേറെ ഒരു മാത്തമാറ്റിക്സുകാരൻ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ത്രികോണവും വൃത്തവും ചതുരവും ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ഒരാള് നോക്കിയത് അതിന്റെ വിലയാ. ആ പറഞ്ഞ സാധനമാണ് ഏറ്റവും വിലയുള്ള, ആ മൂലയ്ക്ക് ഇരിക്കുന്നതാണ് ഏറ്റവും കോസ്റ്റ്. ബിസിനസ്സുകാരനാണ്. അയാൾ നോക്കിയപ്പോ ഏറ്റവും വില കൂടിയ സാധനമാണ് ആ മൂലയ്ക്ക് ഇരിക്കുന്നത്. മറ്റത് പിന്നെ ഒരാള് വലിപ്പവും ചെറുപ്പമാണ് നോക്കിയത്, കോസ്റ്റ് ആണ് നോക്കിയത്, അതിന്റെ ക്വാളിറ്റി ആണ് നോക്കിയത്, വൃത്തിയാണ് നോക്കിയത്, വീടിന്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ് പുറത്ത് ഉപയോഗിക്കുന്നത്. 10 പേരും പറഞ്ഞത് 10 അഭിപ്രായമാണ് 10 സാധനം മേശപ്പുറത്ത് വെച്ചപ്പോൾ. അതായത് ആ 10 പേരും കണ്ടത്, ആ വസ്തുക്കളെ കണ്ടത് അവരുടെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ്. ഒരു ഡിസൈനർ കണ്ടത് അതിന്റെ ഷേപ്പാണ് കണ്ടത്, അയാൾ അത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ള. അതാണ് അയാളുടെ കാഴ്ചപ്പാട്. യഥാർത്ഥത്തിലുള്ള ഞാൻ അവിടെ വെച്ച ഒരു ആൻസർ ആരും പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിലുള്ള ഒരു സംഗതിയെ അല്ലാതെ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിലാണ് ഓരോ സംഗതിയെ കാണുന്നത്. ഇതേപോലെയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേറൊരാളെ വിലയിരുത്തുന്ന അത്രയും ബ്ലണ്ടർ വേറെ ഒന്നുമില്ല. കാരണം അയാള് എന്താ പറയാ, നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഒരു 1% പോലും ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളുന്നില്ല. അയാൾ അങ്ങനെയാണ് എന്ന്. എത്രയോ മിസ്റ്റേക്കുകൾ നമുക്ക് നമ്മുടെ ചിന്തയുടെ കാര്യത്തിൽ നമുക്ക് പിന്നീട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തുവാട്ടെ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കാൻ ഉള്ള ഒരു ശ്രമം നടത്തുകയാണ് എങ്കിൽ സുബോധം തിരിച്ചു കിട്ടണം. ആ സുബോധം തിരിച്ചു കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട സാധനം മദ്യപിക്കാതിരിക്കുക എന്നുള്ളത്. എങ്കിൽ നമുക്ക് എല്ലാ എന്താ പറയാ രസകരമായ ഒരു ഒരു ലൈഫിലേക്ക് നമുക്ക് പോവും. എങ്കിൽ നമ്മുടെ മനസ്സുബോധം തിരിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളു മുഴുവനും നല്ല ഇത് വരും. അപ്പോഴൊരു എക്സാമ്പിളോടെ പറയാം, ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുമെന്ന് ഞാൻ ഇന്നലെ ജ്വാലയിൽ പറഞ്ഞിരുന്നു ഈ ഉദാഹരണം. ടാങ്കിലുണ്ടെങ്കിലേ ഉള്ളതേ ടാപ്പിൽ വരുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു വർത്തമാനം പറയണമെങ്കിൽ, ഒരു നല്ല വർത്തമാനം പറയണമെങ്കിൽ ഈ നല്ല വർത്തമാനത്തിന്റെ ബേസ് നമ്മളുടെ ടാങ്കിൽ വേണം, മനസ്സിൽ വേണം. എങ്കിലേ ഈ നാവുമ്മേൽ നല്ലത് വരുള്ളൂ. നാവുമ്മേൽ നല്ലത് നാവുമ്മേൽ മോശം വരുന്നുണ്ടെങ്കിൽ ടാങ്കിൽ അതാന്ന് വിചാരിക്കണം. ചീത്ത പറയുന്ന ആളുടെ മനസ്സിൽ മുഴുവനും ചീത്തയാണുള്ളത്. അപ്പോ ടാങ്കിലുള്ളതേ ടാപ്പിൽ വരും. അപ്പൊ ടാങ്ക് ക്ലീൻ ചെയ്ത് പുതിയത് എന്താ പറയാ നിറയ്ക്കുന്ന ഒരു പരിപാടി നടത്തി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തെ വേറെ ഒരു ആംഗിളിൽ കാണാൻ കഴിയും. ഇത് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നശിപ്പിച്ച് ഈ കോലത്തിലാക്കി കൊണ്ടുപോയത് ഈ മദ്യമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിനെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒരു എന്നെ എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി എന്നെ നമുക്ക് നന്നാക്കി എടുക്കാൻ, മെച്ചപ്പെടുത്തി എടുക്കാനുള്ള ഒരു മാർഗമാണ് യഥാർത്ഥത്തില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്റ്റെപ്പുകളൊക്കെ. 12 പടികളും 12 പടികൾ അതിനുള്ളതാണ്. 12 പടികളില് ഇങ്ങനെ പോകുമ്പോ ഈ 4ാമത്തെ പടിയിൽ കാണുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെയൊക്കെ ലിസ്റ്റ് ചെയ്യാന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റേണ്ട സാധനമാണ് യഥാർത്ഥത്തിൽ ഈ സുബോധ ജീവിത പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന 31 ഓൾമോസ്റ്റ് കണ്ടെത്താവുന്ന, അതായത് നമ്മൾ സൂക്ഷ്മമായി നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ചകഞ്ഞു നോക്കി
കണ്ടെത്തി മാറ്റം വരുത്തേണ്ട എന്തൊക്കെയാണ് എന്ന്, അതെങ്ങനെ മാറ്റം വരുത്താം എന്നെല്ലാം വിശദീകരിച്ച ഒരു പുസ്തകമാണ് സുബോധ ജീവിതം. അതുകൊണ്ടാണ് എനിക്ക് സുബോധ ജീവിത പുസ്തകം വളരെയധികം ഇഷ്ടപ്പെട്ടത്. ഒരു മാനസിക മാറ്റം സംഭവിക്കുകയാണ് എങ്കിൽ നല്ല മെച്ചപ്പെട്ട ജീവിതം നയിക്കാം എന്ന് മനസ്സിലാക്കി. പക്ഷെ മാനസിക മാറ്റം സംഭവിക്കണമെങ്കിൽ അതെങ്ങനെ എന്ന് വിശദീകരിച്ചതാണ്. അപ്പൊ അതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ പോയിന്റ് ഇതാണ്, 31ാമത്തെ പോയിന്റ്, നിങ്ങളുടേതായ വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഈ സുബോധ ജീവിതത്തിലൂടെ കുറെ കാര്യങ്ങൾ പറയണു. മീറ്റിങ്ങിലൂടെ പോകുമ്പോൾ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ അവരവര് ചെയ്ത കാര്യം പറയണു. ഇതിൽ ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? അയാൾ ചെയ്തതാണോ സ്വീകരിക്കേണ്ടത്? അപ്പൊ മറ്റയാൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്, ഇങ്ങനെയല്ലേ പറഞ്ഞ്, അതാണോ സ്വീകരിക്കേണ്ടത്? ആകെ കൺഫ്യൂഷൻ ആവുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആ കൺഫ്യൂഷൻ ആവുന്നവരോടുള്ള ഒരു മറുപടിയാണ് നിങ്ങളുടേതായ വഴി കണ്ടെത്തുക. എന്നെ പോലെ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അനന്യനാണെന്നാണ് പറയാ. ഞാനൊരു എന്താ പറയാ, യുണീക്കാണ്. എന്ന് വെച്ചാൽ എന്നെ പോലെ എനിക്ക് താരതമ്യം ചെയ്യാൻ ഈ ലോകത്ത് ഇതുവരെ ആരും ജനിച്ചിട്ടില്ല, ഇനി ആരും ജനിക്കാൻ പോകുന്നില്ല. ഞാൻ പോകുന്ന വഴിയിലൂടെ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, വഴി എന്നൊന്നില്ല. ഞാൻ ഇപ്പോൾ നടക്കാൻ പോകുന്ന വഴിയിലൂടെ ഇതിനു മുമ്പ് ആരും നടന്നു പോയിട്ടില്ല. ഞാനാണ് ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത്. ഈ വഴിയിലൂടെ ഇനി വേറെ ഒരാളോട്ട് നടന്നു വരികയുമില്ല. അതുകൊണ്ട് എൻ്റെ വഴി ഞാൻ തന്നെ വെട്ടുന്നു, ഞാൻ തന്നെ യാത്ര ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത് താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. മറ്റൊരു കുട്ടികളെയൊക്കെ താരതമ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, വലിയവര്. ആരുമായും കമ്പാരിസൺ നടക്കില്ല. കാരണം അവര് വേറെയാണ്, അവരുടെ എല്ലാം വേറെയാണ്. എന്നെ പോലെ ഞാനേ ഉള്ളൂ. എനിക്ക് താരതമ്യം ചെയ്യാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, എന്നോട് തന്നെയാണ്. ഞാൻ എന്നിൽ നിന്നാണ് വളരേണ്ടത്, ഞാൻ എന്നെ നോക്കിയാണ് വളരേണ്ടത്, എൻ്റെ കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ഒരു രൂപരേഖ ഉണ്ടാക്കേണ്ടത് ഞാൻ തന്നെയാണ്. അത് മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. എനിക്ക് വേറൊരാൾക്ക് രൂപരേഖ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. വീടിന് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ അല്ല ഇത്. അയാളുടെ ലൈഫിന് ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന വെറുതെ പറയാന്നുള്ളതല്ലാതെ ആ പറഞ്ഞ കാര്യങ്ങളും മറ്റേയാള് പറഞ്ഞ കാര്യം ഇയാള് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി സ്വരുക്കൂട്ടി ഞാൻ ഒരു സ്വതന്ത്രമായ ഒരു പുനർസൃഷ്ടി നടത്തേണ്ടത്, ഒരു നൂതന സൃഷ്ടി നടത്തേണ്ടതുണ്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ. ഈ സുബോധ ജീവിതം പഠിച്ചു, ബിഗ് ബുക്ക് പഠിച്ചു, 12 പഠിച്ചു, മീറ്റിങ്ങിലൂടെയൊക്കെ പോയി. അതിനു പുറമെ നമ്മൾ ചിലപ്പോൾ വേറെ കുറേ മോട്ടിവേഷൻ ക്ലാസ്സുകളോ ഉണ്ടാവും. ചിലപ്പോൾ മതപരമായ ക്ലാസ്സുകൾ ഉണ്ടാവും, പള്ളിയിൽ പോകുന്നവരുണ്ടാവും, അമ്പലത്തിൽ പോകുന്നവരുണ്ടാവും, ധ്യാനത്തിന് പോകുന്നവരുണ്ടാവും, യോഗയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയി. ചിലപ്പോൾ ഈ ബ്രഹ്മകുമാരിസ്, ആർട്ട് ഓഫ് ലിവിങ്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അങ്ങനെയുള്ള എവിടെ നിന്നൊക്കെയോ പോയി. ചിലപ്പോ ഞാനിപ്പോ ഇവിടെ ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട്, എൻ്റെ വിഷയാവതരണം കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ ഓൺലൈനിൽ ഒരുപാട് വിഷയാവതരണം ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ കേട്ട വിഷയാവതരണങ്ങളിൽ നിന്നും വായിച്ച പുസ്തകങ്ങളിൽ നിന്നും സംഘടിപ്പിച്ച അറിവുകളിൽ നിന്നും എല്ലാം ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് എല്ലാം സ്വീകരിക്കണമെന്നോ ഒന്നും സ്വീകരിക്കണ്ടെന്നൊന്നും പറയുന്നില്ല. അതിൻ്റെ അകത്തു നിന്നെല്ലാം എനിക്ക് യോജിച്ചത് മാത്രം എടുത്ത് ഞാൻ എൻ്റെ ഒരു ലൈഫ് എന്താ പറയാ ഒരു റൂട്ട് തീരുമാനിക്കുന്നത്. ഞാൻ സ്വന്തമായി ഒരു എനിക്ക് വേണ്ടി ഞാനൊരു സാധനം ഡെവലപ്പ് ചെയ്യാന്ന്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അതിൽ എനിക്കെല്ലാം വേണ്ടി വരികയില്ല, പക്ഷെ ചിലത് നന്നായി വേണ്ടി വരും. അതെന്താന്നുള്ളവരെ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ അത് അങ്ങനെ എടുത്തിട്ട് ഒരു സ്വന്തമായി ഒരു സംഗതി ചെയ്തു. അപ്പൊ ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് 5:30 വരെ ഓടുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഈ ഒരാളും അങ്ങനെ ഓടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ 5:30ക്ക് വന്നിട്ട് കുത്തിയിരുന്ന് ഞാൻ 20 മിനിറ്റ് നേരം ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കും.
ആരും അങ്ങനെ മെഡിറ്റേഷൻ ഇരുന്നുകൊണ്ട് ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇരിക്കണമെന്നും പറയേണ്ട കാര്യവും എനിക്കില്ല. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എപ്പോഴാണ് മെഡിറ്റേഷൻ നടത്തേണ്ടത്, ഞാൻ എപ്പോഴാണ് എക്സസൈസ് ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എപ്പോഴാണ് കുടിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനായതുകൊണ്ട് എന്റെ ഒരു റുട്ടീനൊക്കെ ഞാൻ അത് സെലക്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യം കോമൺ ആയിട്ടുള്ള ഉള്ളത്, ഞാനൊരു മദ്യാസക്ത രോഗിയാണ് എന്ന് ഉള്ള ആ കാര്യത്തിൽ മാത്രമാണ് എന്താ പറയാ ഒരു കോമൺ ഫാക്ടർ ഉള്ളത്. ഞാനൊരു മദ്യാസക്ത രോഗിയാണ്, മറ്റേ ആളും മദ്യാസക്ത രോഗിയാണ്, ഈ ആളും മദ്യാസക്ത രോഗി. ഈ ഒരു കാര്യത്തിലാണ് കോമൺ ഫാക്ടർ ഉള്ളത്. അല്ലാത്തതൊന്നും കോമൺ ഫാക്ടർ അല്ല. അയാളുടെ വയസ്സ്, അയാളുടെ ജോലി, അയാളുടെ ഭാര്യ, കുട്ടികള്, സ്ഥലം, സമ്പത്ത് എല്ലാം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ, അയാളുടെ അനുഭവങ്ങളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് അയാളുടെ വഴി തിരഞ്ഞെടുക്കണം. അപ്പൊ ഞാൻ തന്നെ ഇരുന്ന് ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഒരു രൂപരേഖ തയ്യാറാക്കി ഒരു ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് വെച്ചാൽ, ഡിസൈൻ എന്ന് വെച്ചാൽ മനസ്സിലെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇതാണ് അവസാനത്തെ പോയിന്റ് പറയുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞ നിങ്ങൾ നിർബന്ധമായും പടി പരിശീലിക്കണം എന്നൊരാള് പറയാണ്. ഒരാൾ നിങ്ങളോട് പറയാണ്, നീ എന്താ എന്റെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, നീ പടി പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല. എന്നാൽ നിർബന്ധമായും പടി പ്രാക്ടീസ് ചെയ്തിരിക്കണം എന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം അയാള് പടി എന്താണെന്നും അത് എന്തങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അത് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണോ പ്രാക്ടീസ് ചെയ്യണ്ടെന്നുള്ള വിവരം അയാൾക്ക് തീരുമാനിക്കാം. ഇനി ഈ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ സ്റ്റെപ്പിൽ കൂടെ വേണോ എന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാം. എന്തായാലും അയാൾക്ക് വേണ്ടത് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് സുബോധാവസ്ഥയാണ്. അതിനീ പറഞ്ഞ പുസ്തകങ്ങളിൽ കൂടെ പറഞ്ഞതല്ലാതെ വേറെയും ചില മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി ചേർക്കാമെന്ന് അവസാനം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. നോക്കാം. മദ്യപാനം നിസ്സാരമായ ഒരു വിഷയമായി ഞങ്ങൾ കരുതുന്നില്ലെന്ന് ഈ ചെറുഗ്രന്ഥം സുവ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മദ്യാസക്ത രോഗത്തിന് അത് അർഹിക്കുന്ന അതീവ ഗൗരവപരമായ ശ്രദ്ധ ഞങ്ങൾ നൽകുന്നു. പ്രശ്നക്കാരായ മദ്യാസക്ത രോഗികളെ പറ്റിയുള്ള വില കുറഞ്ഞ തമാശകൾ ഞങ്ങളെ രസിപ്പിക്കുന്നില്ല. എന്നാൽ സുബോധത്തിന്റെ മേന്മയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പറ്റി പറയുന്ന തമാശകൾ അങ്ങനെയല്ല. ഞങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ആരെങ്കിലും താൻ മദ്യപിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നത് ഞങ്ങൾ നേരം പോക്കായി കാണുന്നില്ല. നിറച്ച തോക്ക് സ്വയം ചൂണ്ടി കാഞ്ചു വലിക്കാൻ കളിയായിട്ടെങ്കിലും ഒരുമ്പെടുന്നത് പോലെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഞാൻ മദ്യപിക്കുമെന്ന് ഭീഷണി മുഴക്കുന്ന ആള് ഒരു 90%, 95% അയാൾ കുടിക്കാനാണ് സാധ്യത. മദ്യാസക്ത രോഗത്തോടുള്ള ഇത്തരത്തിലുള്ള ഗൗരവതരമായ സമീപനം നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് നർമ്മബോധം കൈവിടാതെയും നിസ്സംഗമായും ഞങ്ങളുടെ ഭൂതകാലത്തെ പറ്റിയും സൗഖ്യത്തെ പറ്റിയും മിക്കപ്പോഴും സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ രസകരമായിട്ടാണല്ലോ എയിൽ വന്ന ശേഷം പഴയ ആ കുടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. രസകരം മീൻസ് ആ കുടിച്ച കാലയളവിലുള്ള രസകരമായ അനുഭവമല്ല, ദുരന്തമായ അനുഭവം രസമായിട്ടാ പറഞ്ഞത്. കുടിക്കുന്ന സമയത്ത് കുടിയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, ഇന്നലത്തെ കുടിയെക്കുറിച്ച്. അത് ഏത് ദുരന്തത്തെക്കുറിച്ചല്ല, രസകരമായ അവസ്ഥയെക്കുറിച്ചാണ്. ഇത് ആരോഗ്യപരമായ ഒരു സമീപനമാണ് ഞങ്ങൾ കരുതുന്നത്. രോഗമുക്തിക്കോ സുബോധത്തിൽ തുടരാനോ ഉള്ള ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തെ തീർച്ചയായും അത് ദുർബലപ്പെടുത്തുന്നില്ല. ഞങ്ങളിൽ മിക്കവരും മരണത്തെ മുഖാമുഖം കണ്ടവരാണ്. അസ്ഥികളെ ഉരുക്കാൻ ശക്തമായ ദുരന്തങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഹൃദയത്തിൽ സംഗീതം പൊഴിക്കുന്ന പ്രതീക്ഷയുടെ തരംഗങ്ങളും ഞങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. ഈ ചെറുഗ്രന്ഥം നിങ്ങളിൽ വേദനയേക്കാൾ അധികമായി പ്രോത്സാഹനമാണ് ജനിപ്പിച്ചതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ജീവിക്കണം, ഇനിയും മുന്നോട്ട് പോകണം. ഒരു വലിയ മല കയറുകയായിരുന്നു. ഈ മല കയറാൻ വേണ്ടി അടിവാരത്ത് ചെന്നപ്പോ മല കയറാനുള്ള റോഡുണ്ട്, ഒരു വഴിയിലൂടെ റോഡുണ്ട്. പക്ഷെ ആ റോഡ് ആ വഴി കാണാതെ കാട്ടിലേക്ക് കയറി എതിലെയൊക്കെയോ വലിഞ്ഞു കയറി കാടും മലയും പുഴയൊക്കെ താണ്ടി ദുർഘട സന്ധികളിലൂടെ ഒക്കെ തന്നെ ഈ റോഡ്, നേരത്തെ കടന്നു പോകുന്ന റോഡ് അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു സമതലത്തിൽ എത്തുക.
ആ സമതലത്തില് അറിയാണ്ടാണേലും ഈ ഒരു ഓ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ആ സമതലത്തിൽ നമ്മളും എത്തി, അവിടെ എത്തി. ഇനി അങ്ങോട്ട് എങ്ങനെ വേണം മുന്നോട്ടുള്ള യാത്ര? വലിയ മലയാണ് കാണുന്നത്. ഈ പറഞ്ഞ ഒരു ശരിയായ ഒരു പാതയുണ്ട്, റോഡുണ്ട്, അതിലൂടെ വേണം പോണേ. അതോ ഞാൻ ഇത്രയും കാലം കടന്നു വന്ന ആ ദുർഘടം പിടിച്ച പാതയിലൂടെ വേണമോ ഇനി മുന്നോട്ട് പോകേണ്ടതെന്ന് ആലോചിച്ച്, ഇനിയും മല കയറാനുണ്ട് എന്ന് ആലോചിച്ച് ശരിയായ ഒരു മാർഗം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഒരു ചാൻസ്, സ്വസ്ഥമായിരുന്ന് ആലോചിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയ ഒരു അവസ്ഥ ആണ് ഇതെന്ന് അങ്ങ് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനി ഉള്ള ജീവിതത്തെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് മാത്രമല്ല സന്തോഷം ഉണ്ടാവുന്നത്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരും സന്തോഷവാന്മാരാകുന്ന മഹത്തായ അനുഭൂതിയിലൂടെ പോകാൻ നമുക്ക് സാധിക്കും. അത് അതുകൊണ്ടാണ് ഈ ഈ സുബോധ ജീവിത പുസ്തകം നമ്മളെ ഏറ്റവും അധികം സഹായിച്ചത്. ഈ ചെറുഗ്രന്ഥം നിങ്ങളിൽ വേദനയേക്കാൾ അധികമായി പ്രോത്സാഹനമാണ് ജനിപ്പിച്ചതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഒരു പ്രശ്ന മദ്യപാനി ആണെങ്കിൽ വേദനയെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചും നിങ്ങൾക്ക് ആവശ്യത്തിലധികം അറിവുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആരോഹണ അവരോഹണങ്ങളെ തെളിമയുള്ള തലച്ചോറും സ്ഥിരതയുള്ള ഹൃദയവും ഉപയോഗിച്ച് ഞങ്ങൾ കണ്ടെത്തി. ആ സമാധാനവും സന്തോഷവും കുറച്ചെങ്കിലും നിങ്ങളും കണ്ടെത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തെളിമയുള്ള തലച്ചോറ്, അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഉപബോധ മനസ്സില് തലച്ചോറ് എന്ന് പറയുന്നത് ബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധി, ഈ ബുദ്ധി അത് ഉണ്ട്. പക്ഷേ ഉള്ള്, ബുദ്ധിയൊക്കെ വന്ന ഒരു ഉള്ളുണ്ടല്ലോ, നമ്മുടെ മനസ്സിന്റെ ഉൾഭാഗം, ആ ഭാഗം ക്ലിയർ ആണെങ്കിൽ അയാളെ മനുഷ്യപ്പറ്റുള്ള ആളെന്ന് പറയും, മനുഷ്യത്വമുള്ള ആളെന്ന് പറയും. ഉള്ളു നന്നായ ആൾക്കാരാണ് മനുഷ്യത്വമുള്ള ആള്. മറ്റേത് ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ ബുദ്ധിയുള്ള ആൾക്ക് മനുഷ്യത്വം ഉണ്ടായിക്കൊള്ളുന്നില്ല, മനുഷ്യത്വമുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. ബുദ്ധിയുള്ള ആളോ മനുഷ്യത്വമുള്ള ആളോ ആരാണ് നല്ലതെന്ന് വെച്ചാൽ മനുഷ്യത്വമുള്ള ആളാണ് ഇന്ന് സമൂഹം അംഗീകരിച്ചിട്ടുള്ളത്. അല്ല, അത് ചെറിയ ചെറിയ സംഗതി മനുഷ്യത്വമൊക്കെ ഉള്ള വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യത്വം എന്ന് പറയും, മനുഷ്യപ്പറ്റ്. അപ്പൊ നമുക്കൊരു മനുഷ്യപ്പറ്റുള്ള ഒരു ജീവിയായിട്ട്, ഒരു മനുഷ്യത്വമുള്ള ജീവിയായി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് നോക്കും. അപ്പൊ അങ്ങനെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും സുഖവും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലഭിച്ചു തുടങ്ങും. സുബോധത്തോടെയുള്ള ജീവിതത്തിന്റെ വെറും തുടക്കത്തിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളെ സഹായിക്കാൻ പര്യാപ്തമായ പുതിയ ആശയങ്ങൾ നിരന്തരമായി നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സുബോധവാനമായി തുടരുമ്പോൾ ഇവിടെ രേഖപ്പെടുത്താത്ത നവീന ആശയങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജഗതി ശ്രീകുമാർ ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്, ഈ നവരസങ്ങൾ ഇങ്ങനെ മുഖത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീകുമാർ തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ വേറെ ഒരു 4 രസങ്ങൾ കൂടി ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു രസം കാണിക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്, മൂപ്പര് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ 4 രസങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുബോധത്തിലേക്ക് നയിക്കാനുള്ളത്. ഇവിടെ നോക്കൂ, നിങ്ങൾ സുബോധവാനായി തുടരുമ്പോൾ ഇവിടെ രേഖപ്പെടുത്താത്ത നവീന ആശയങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. അതായത് ശരിക്കും നമ്മളുടെ സുബോധാവസ്ഥയുടെ ഡിസൈനർ നമ്മൾ തന്നെ ആവുക. നമ്മളുടെ പ്രോബ്ലം നമുക്ക് തന്നെ അറിയുള്ളൂ. ആ പ്രോബ്ലത്തെ മറികടക്കാൻ നമുക്ക് തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തഡോളജി ഒരുപക്ഷെ വേറെ ആരും ഉണ്ടാക്കി എടുത്തുകൊള്ളുന്നില്ല. അത് എനിക്ക് വേണമെങ്കിൽ പങ്കുവയ്ക്കാം, ഞാനിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെന്ന്. കൂടാതെ അത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾ നിങ്ങൾ രൂപമെടുക്കുമ്പോൾ അവ മറ്റുള്ളവരിലേക്ക് പകരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പകർന്നു കൊടുക്കാം. അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ഒരു ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന ഒരു സംഗതിയാണ് എല്ലാവർക്കും പ്രശ്നമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഞാൻ തന്നെ ഒരു മാർഗം കണ്ടെത്താണ്. ഈ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം അതെങ്ങനെങ്കിലും ഇല്ലാതാക്കണല്ലോ.
ഞാൻ സ്വന്തമായി ഒരു സാധനം ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അത് ഞാനൊന്ന് പങ്കുവെച്ചു കഴിഞ്ഞപ്പോ അത് ഭയങ്കരമായി എന്തായി, ഒരു ഒരു ഭയങ്കര സംഭവമായി മാറി. അതായത് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ, വീട്ടിൽ ചെല്ലുമ്പോഴാണ് സാധാരണ ദേഷ്യം പിടിക്കുക. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ മുറ്റത്തെത്തിയിട്ട് ആ മുറ്റത്തുനിന്ന് എന്തെങ്കിലും ഒരു സാധനം ആഹ് ഒരടയാളം ഉണ്ടാക്കി വെച്ചിട്ട് ആ 2 മിനിറ്റ് നേരം അവിടെ നിന്ന് എന്ത് തന്നെ വന്നാലും വീട്ടിലെ ഭാര്യയോ മക്കളോ എന്ത് പറഞ്ഞാലും ഞാൻ ദേഷ്യം പിടിക്കൂല എന്ന് 10 വട്ടം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ വീടിന്റെ അകത്തേക്ക് കയറുക. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ചെരുപ്പ് അഴിച്ചിടുമ്പോൾ ഇത് ചിന്തിക്കുക, അതല്ലെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അത് ചിന്തിക്കുക, അതല്ല ഞാൻ വേറൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്ത ഒരാളെ ചെയ്തത് നിലത്തൊരു കുറ്റി അടിച്ചിട്ട്, മുറ്റത്തൊരു കുറ്റി അടിച്ചിട്ടുണ്ട്, ആ കുറ്റിയെ പോയി ഒന്ന് പിടിക്കുക, എന്നിട്ട് പിടിച്ചുകൊണ്ട് ഈ സംഗതി ചിന്തിക്കുക. എനി ഹൗ വീടിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് വീടിന്റെ മുറ്റത്തിരുന്ന് ഒരു 2 മിനിറ്റ് നേരം എടുത്ത് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്ത് തന്നെ സംഭവിച്ചാലും ഇന്നത്തെ ദിവസം വീട്ടില് ഭാര്യ അങ്ങനെ പറയാം, മക്കൾ ഇങ്ങനെ പറയാം, അതങ്ങനെ പറയാം, ഇങ്ങനെ പറയാം, എന്തും ആയിക്കോട്ടെ, ഞാൻ ഇന്ന് ദേഷ്യം പിടിക്കേയില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി അയാൾ എത്രയോ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ദേഷ്യം പിടിക്കാതെ വന്ന അനുഭവം പങ്കുവെച്ച ആളുണ്ട്. അത് അയാൾ ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ സ്വന്തം ഇതേപോലെ ഓരോന്നും നമുക്ക് സ്വന്തമായി ഡെവലപ്പ് ചെയ്യാവുന്ന വേണ്ട, അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും എന്റെ പടി ഞാൻ പഠിച്ചില്ല, അതിന്റെ സുബോധയുക്തി ഞാൻ പഠിച്ചില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നോക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ സംഗതിയും അതങ്ങനെയാണ്. ഓക്കെ, അതിനെ മാനേജ് ചെയ്യണം. ഓക്കെ, അത് മാനേജ് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാം, അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യാം. എന്നിട്ട് മാറേണ്ടത് എന്താണെന്നും എങ്ങനെയാണ് മാറേണ്ടതെന്നുള്ള ധാരണ ഉണ്ടായാൽ മതി. തീർച്ചയായും പങ്കുവയ്ക്കണം. അപ്രകാരമുള്ള പങ്കിടൽ നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾ ഓർക്കുക. ഇത് പങ്കിടുന്നതുകൊണ്ടുള്ള ഗുണം കേൾക്കുന്നവർക്കല്ല, പറയുന്നവർക്കാണെന്നുള്ള ഓർക്കുക. എത്രയും കൂടുതൽ അനുഭവങ്ങൾ നമ്മൾ സമാഹരിച്ചാൽ അത്രയും കൂടുതൽ മദ്യാസക്ത രോഗികളെ സഹായിക്കാനാവും. ഈ ഒരു വിഷയങ്ങളിലൊക്കെ എനിക്ക് ഒരു കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഈ പറഞ്ഞ ഓരോ സംഗതിയെ ഞാൻ അതിന് മൈന്യൂട്ടായിട്ട് എടുത്തു, അതൊന്ന് എന്റെ ജീവിതത്തിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കി എന്നുള്ളതാണ്. ഈ ദേഷ്യത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. പക്ഷെ ഇപ്പോഴും ചില സമയത്ത് ടക്കെന്ന് പറഞ്ഞ് വരും. എന്നാലും അത് വലിയ ഡാമേജ് ഇല്ലാതെയൊക്കെ പോവും. പക്ഷെ ഒരു 90% ആ ദേഷ്യത്തെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നയിച്ചത് നമ്മൾ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, ഏതൊക്കെ സമയത്ത് ഉണ്ടാവുന്നത്, അതിനെന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ അത് സ്വന്തമായി ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്താ വെച്ചാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഈ ദേഷ്യത്തെ കുറിച്ചുള്ള കേൾക്കും. പിന്നെ വായിച്ച പുസ്തകങ്ങളിലൊക്കെ എങ്ങനെ അത് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാന്നുള്ളത് നോക്കും. അപ്പൊ അതിങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാകും. 11 മണിയായി. സുബോധത്തിന്റെ സുബോധത്തിൽ പൂർണ്ണമായും കാലുറപ്പിക്കും മുമ്പേ നമ്മളിൽ പലരും ചിലപ്പോൾ മദ്യപാനത്തിലേക്ക് മടങ്ങിപ്പോയെന്ന് വരും. തീർച്ചയായിട്ടും ചിലപ്പോൾ റിലാപ്സ് ആയി പോകും. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കുന്നെങ്കിൽ നിരാശപ്പെടരുത്. ഞങ്ങളിൽ നിരവധി ആളുകൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒടുവിൽ അവർ വിജയകരമായി സുബോധം പ്രാപിച്ചിട്ടുമുണ്ട്. മദ്യാസക്ത രോഗം അതീവ ഗുരുതരമായ ഒരു മാനുഷിക അവസ്ഥയാണെന്ന് ഓർക്കാൻ ശ്രമിക്കുക. മറ്റു രോഗങ്ങളിൽ എന്ന പോലെ സൗഖ്യപ്പെടുന്നതിൽ രോഗാവസ്ഥയിലേക്ക് വീണ്ടും വഴുതി വീഴാൻ ഇവിടെയും സാധ്യതയുണ്ട്. അപ്പോൾ സൗഖ്യം വരികയുണ്ട്. ഇനി അഥവാ വീണു പോയവരോടാണ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് തിരിച്ചു വരാൻ ഇനിയും ചാൻസ് ഉണ്ട്. പരാജയങ്ങൾക്ക് ശേഷവും സുഖപ്പെടാൻ നിങ്ങൾ തുടർന്നും ആഗ്രഹിക്കുന്നെങ്കിൽ, പുതിയ സമീപനങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ലക്ഷക്കണക്കിന് കൂട്ടുകാരുമൊത്ത് സന്തുഷ്ടവും ആരോഗ്യപൂർണവുമായ ഒരു അന്തിമ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങളുടെ അനുഭവം ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളെ വ്യക്തിപരമായി കാണാൻ കഴിയും എന്ന് ഞങ്ങൾ ആശിക്കുന്നു. എങ്കിലും ഞങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലോ ഏത് വഴിത്താരയിൽ നിങ്ങൾ സഞ്ചരിച്ചാലും ഞങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥമായ ശുഭാശംസകൾ. അപ്പൊ നമ്മൾക്കും ഇതിങ്ങനെ ശുഭാശംസ നേർന്നുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം.
ഒരു കേൾക്കുന്നവര് ഒന്ന് അവരുടെ മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു വൃത്തം വരച്ച്, ഒരു വലിയ വട്ടം വരച്ച് ആ വട്ടത്തിനുള്ളില് ഒരു ത്രികോണം വരയ്ക്കുക. നമ്മുടെ എംബ്ലം ഉണ്ടല്ലോ, ഐക്യം സേവനം മോചനം എന്ന് പറഞ്ഞ ആ എംബ്ലം നമ്മളൊന്ന് മനസ്സിലേക്ക് എടുക്കുക. എന്നിട്ട് അതിന്റെ ഒരു മൂല നമ്മൾ ഐ എന്ന് എഴുതുക. ഐ. രണ്ടാമത്തെ വലതുവശത്തെ മൂല വി. മൂന്നാമത്തെ മൂല ഇറ്റ്. ഇറ്റ് ദൗത്യമാണ്. ഇറ്റ് അല്ലെങ്കിൽ ദൗത്യം. വട്ടം എന്ന് പറയുന്നത് ഗ്ലോബാണ്. ഗ്ലോബ്. ഐ എന്ന് പറയുന്ന ഞാൻ, ഞാൻ. എന്റെ ദൗത്യം എന്ന് പറയുന്നത്, ഇറ്റ് എന്ന് പറയുന്നത് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. എനിക്ക് എന്റെ ദൗത്യം മദ്യപാനത്തിൽ നിന്ന് മാറുക. പക്ഷെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വി ഉണ്ട്. വി. അപ്പൊ ഞാനും ഞങ്ങളും ചേർന്നാണ് ഈ ദൗത്യത്തിലേക്ക് പോണത്. ഇവിടെ ഞാനും ഉണ്ട്, ഞങ്ങളും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പക്ഷെ എനിക്ക് ഞങ്ങളില്ലാതെ പറ്റില്ല. ഞാനും ഞങ്ങളും ചേർന്ന് ദൗത്യത്തിലേക്ക് പോകും. ഈ ഞങ്ങളിൽ ഒരുവനാണ് ഞാൻ. ഞാനുകൾ ചേർന്നതാണ് ഞങ്ങൾ. ഞാനും ഞങ്ങളും ദൗത്യം എന്ന് പറഞ്ഞ മദ്യാസക്ത രോഗമാണ്. അവിടെ ഈ ഒരൊറ്റ ദൗത്യം മാത്രമേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാധാരണ റിക്കവറി മീറ്റിംഗിലുള്ളൂ. ഒറ്റ ദൗത്യം, ഒരേ ഒരു ദൗത്യവുമായിട്ടാണ് പോകുന്നത്. മദ്യാസക്ത രോഗത്തിൽ നിന്ന് മാറി നിൽക്കുക. ഇവിടെ ഈ ദൗത്യത്തിന് വേണ്ടി മെനക്കെടുന്ന ഈ ട്രയാങ്കിളിലെ 3 മൂലയില് മറ്റൊരു ഘടകവും ഇതിന്റെ അകത്ത് കൊണ്ടേ കയറ്റാൻ പാടില്ല. വേറെ ദൗത്യം എന്ന് പറയുന്നത് അങ്ങനെ വന്നാൽ ഈ ദൗത്യം പരാജയപ്പെടും. ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മൾ ഒരു യാത്ര നടക്കുന്നതെങ്കിൽ ആ അതായത് ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്തിന് കല്യാണത്തിന് പോകാനാണ് എങ്കിൽ നമ്മൾ ട്രെയിനിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെ വേണമെങ്കിൽ തൃശ്ശൂർ ഇറങ്ങി അമ്മാവന്റെ വീട്ടിലൊന്ന് കയറി, പിന്നെ അവിടെ കോട്ടയത്ത് ഇറങ്ങി അവിടെ ചേട്ടന്റെ വീട്ടിലൊന്ന് കയറി, അങ്ങനെയൊക്കെ ചെന്ന് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കല്യാണത്തിനാണ് പോകണമെങ്കിൽ ട്രെയിൻ കയറി നേരെ കല്യാണത്തിന് അവിടെ തിരുവനന്തപുരത്തേക്ക് പോവുക വേണ്ടേ. ഈ വഴിയിലൊക്കെ കയറിയിട്ട് പോകേണ്ട കാര്യമില്ല അപ്പൊ അത് ഡിസ്റ്റർബൻസ് വരും. അപ്പൊ അതേപോലെ ഒരു ദൗത്യം ഉണ്ടെങ്കിൽ ആ ദൗത്യത്തിലേക്കുള്ള യാത്രയാണ് പോകേണ്ടത്. അതിന് ഞാനും ഞങ്ങളും, ഈ ഞാൻ പാലിക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്, ഇതാണ് പടി. ഞങ്ങൾ പാലിക്കേണ്ട കുറെ സംഗതികളുണ്ട്, ഇതാണ് പാരമ്പര്യം. ഈ ഞാനും ഞങ്ങളും ചേർന്ന് മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗത്തിലെ പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു ഗ്ലോബ് ഉണ്ട്. മദ്യപാനികളുടെ ലോകമുണ്ട്, ചുറ്റുവട്ടം. ഈ ഒരു ചുറ്റുവട്ടമുണ്ട്, ഒരു പരിസരമുണ്ട്. കുറെ ആൾക്കാരുടെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ വീട്, നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ഞാനും ഞങ്ങളും ചേർന്നൊരു ദൗത്യത്തിലേക്ക് പോകുന്നത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വലിയൊരു സമൂഹം ചുറ്റുവട്ടത്തുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു കൂട്ടായ്മ, ഇതിന് ദൗത്യം മാറ്റിക്കൊണ്ട് വേറെ ഗ്ലോബ് ഉണ്ടാക്കാട്ടോ. അതായത് PI മീറ്റിംഗ്, പബ്ലിക് ഇൻഫർമേഷൻ മീറ്റിംഗിന്റെ ദൗത്യം മാറി, ഞാനും ഞങ്ങളും മാറി. കൺവെൻഷൻ വരുമ്പോ ഞാനും ഞങ്ങളും മാറി, ദൗത്യവും മാറി. റിക്കവറി മീറ്റിംഗിന്റെ ദൗത്യത്തിൽ ഇത് മാത്രമേ, റിക്കവറി മാത്രം. അപ്പൊ അങ്ങനെ സ്വന്തം റിക്കവറി ചെയ്ത് എടുക്കാവുന്ന ഒരു പ്രോഗ്രാമിലാണ് ഞാനെന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ടു നിന്ന എല്ലാവർക്കും ഈ ഒരു ഭാഗ്യവാനാണ് ഞാനെന്ന് തിരിച്ചറിയാം. ഒരു മനസ്സിന് ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, അതൊരു നിർബന്ധമായി വരികയും കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന് ശ്രമം നടത്തും. അതിനെ കുറച്ച് ദിവസം ശ്രമിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മാനസികാവസ്ഥ മാറും. മാനസികാവസ്ഥ മാറുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും, കാഴ്ചയും മാറും. അപ്പൊ ഒരു പുതിയ ഒരു ലോകത്തേക്ക് എത്തിപ്പെടാൻ നമ്മൾ സാധിക്കട്ടെ. അതിന് സുബോധ ജീവിതം വിശകലനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് വിജയമാഷോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇപ്പൊ ഈ വിജയമാഷ് പറഞ്ഞ കാര്യങ്ങളിൽ സംശയമൊന്നും ആർക്കും ഉണ്ടാവില്ലെന്ന് അറിയെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ വിജയമാഷോടൊക്കെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ
മുമ്പിട്ട് കയറി വരാം, സംശയങ്ങളവർക്ക് ചോദിക്കാവോ. ബിജുചേട്ടൻ ഒരു ഒക്കെ നന്ദി പറഞ്ഞോട്ടെ. സുഹൃത്തുക്കളും വിദ്യാസക്തനാണ്. എൻ്റെ പേര് ബിബിൻ. ബിജുമാഷിന് ഒരു ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. കേട്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ വിജയമാഷ് പറഞ്ഞു. പലതും ഉപകാരപ്രദമായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൻ്റെ നൽകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രോഗ്രാം നൽകുന്ന കുറേ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ തോന്നി. അത് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഞാനിവിടെ പല കാര്യങ്ങൾ കേൾക്കുന്നു. പല പ്രോഗ്രാമുകൾ ഇത് കൂടാതെയും നമ്മൾ വേറെ പലതും ചെയ്യുന്നവരുണ്ടാവും, പലതരം മോട്ടിവേഷനുകൾ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എനിക്ക് യോജിച്ചത് തിരഞ്ഞെടുക്കേണ്ടത്. ഓരോരുത്തരെയും പ്രോഗ്രാം വ്യത്യസ്തമായിരിക്കാം, ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും എനിക്ക് ഇത് കേട്ടപ്പോൾ കൂടുതലും തോന്നിയത് നമ്മുടെ എന്ന് പറയുന്ന പ്രോഗ്രാം നൽകുന്ന ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടിയാണ് എനിക്ക് തോന്നിയത്. ഏതായാലും വളരെ നല്ല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മനസ്സിലായി കാണുക. എങ്ങനെയാണെങ്കിലും എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നല്ലൊരു കുറേ ആശയങ്ങൾ കൂടി കിട്ടി. വിജയമാഷിന് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി പറയുകയാണ്. താങ്ക് യു ബിബിനെ, താങ്ക് യു വെരി മച്ച്. അടുത്ത് ആരാണ് മുന്നിട്ട് വരുന്നത്? സാഹചര്യം ഉള്ളവര് മുമ്പിട്ട് വന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ മുമ്പിട്ട് വരാം. ഓക്കെ, ഷെയർ ചെയ്യാനായിട്ട് മുമ്പിട്ട് വരാം കേട്ടോ. ഇതേപ്പറ്റി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും ഷെയർ ചെയ്യാൻ മുമ്പിട്ട് വരാം. ഞാനൊരു വാക്ക് നന്ദി പറയാം. ഞാൻ കേട്ടിരിക്കായിരുന്നു. ഏതായാലും എൻ്റെ ഒരു ഷിബു, ഞാനൊരു ആൽക്കഹോളിക്കാണ്. വിജയമാഷെ ഒത്തിരി നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഓർമ്മപ്പെടുത്തലുകൾ, പാരമ്പര്യം നമ്മൾക്ക് വേണ്ടിയും പടി എനിക്ക് വേണ്ടിയും എന്നുള്ള ധാരണയൊക്കെ എല്ലാ ദിവസവും നമ്മൾ പ്രവർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ഏതായാലും ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കേട്ടു. ഇനി അത് പ്രവൃത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൗത്യം. താങ്ക് യു വിജയമാഷ്. താങ്ക് യു ശിവ ചേട്ടാ, താങ്ക് യു. അവിടെ ലിജോ മുമ്പിട്ട് വന്നായിരുന്നു എന്തോ ചോദിക്കാൻ. ലിജോ, അരുൺ, ഇവർ രണ്ടുപേരും വേറെ ഫോൺ വന്നാണെന്ന് അറിയില്ല. ഏതായാലും ചോദിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കാം, ആരും ഒന്നും പറയാനില്ലെങ്കിൽ. വിജയമാഷെ, ഏറ്റവും പ്രശ്നം നേരിടുന്നത് ഐക്യമല്ലേ? അത് നമ്മുടെ ശ്രദ്ധകൾ മാറുമ്പോഴല്ലേ നമ്മൾ ഈ ഐക്യത്തിന് വിഘാതമായിട്ട് പെരുമാറുന്നതും പ്രവർത്തിക്കാൻ പോകുന്നതും. ഇപ്പൊ നമുക്കൊരു ഐക്യത്തിന്റെ പ്രശ്നം, ഒന്നാം പാരമ്പര്യം പലപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി ക്ലിയർ ഓറുണ്ട്, മാറി. വിജയമാഷ കേൾക്കാവോ? ഐക്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടല്ലോ. നമ്മൾ ഐക്യത്തിന് എപ്പോഴും നമുക്കൊരു അയാൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, മറ്റൊരാൾ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മൊത്തം ചർച്ച ചെയ്യുക, അങ്ങനെ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് ചോദിച്ചേ. ആരും ഒന്നും ചോദിക്കാത്തോണ്ട് ഞാൻ ചോദിച്ചു മാത്രം. മാഷ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെ ഒരു ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ട്രയാങ്കിളില്ലേ, ട്രയാങ്കിളില് ഐ ഉണ്ട്, വി ഉണ്ട്. ഐയും വിയും ചേർന്നാണ് ഇറ്റിലേക്ക് പോകുന്നത്, ദൗത്യത്തിലേക്ക് പോകണേ. ഐക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല. ഈ വി ഉണ്ടാവണമെങ്കിൽ ഐകൾ ചേർന്നിട്ടാണല്ലോ വി ഉള്ളത്. ഞാൻ എന്നെ പോലെ കുറെ ആൾക്കാർ ചേർന്നിട്ടാണ് വി ഉള്ളത്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ ചേർന്നേ ഈ ദൗത്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒന്നിച്ചല്ല നിൽക്കുന്നതെങ്കിൽ പിന്നെ അവിടെ എന്തില്ല, ആ ദൗത്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അപ്പൊ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യം ഉണ്ടെങ്കിൽ ഈ ദൗത്യം
എത്തിച്ചേരുന്ന അത് നിർവഹണം തടസ്സപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ ഞാൻ തന്നെയാണ് ഞാനുകളുടെ എന്നെ പോലെയുള്ളവരെ ചേർന്നാണ് ഞങ്ങളുള്ളത്. ആ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ഞാൻ പാലിക്കേണ്ട കാര്യങ്ങളാണ്. പടിയും ഞാൻ പാലിക്കേണ്ടതാണ്, പാരമ്പര്യവും ഞാൻ പാലിക്കേണ്ടതാണ്. പാരമ്പര്യം ഞാൻ എവിടെ പാലിക്കണം? ഞാൻ ഞങ്ങളിൽ പോയിരിക്കുമ്പോൾ ഞാൻ പാലിക്കേണ്ട കാര്യമാണ് പാരമ്പര്യം. അത് ഗ്രൂപ്പിൻ്റെതാണെന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് പാരമ്പര്യം ഗ്രൂപ്പിൻ്റെതാണ്, പടി വ്യക്തിയുടേതാണ്. പടിയും പാരമ്പര്യവും ഓരോ വ്യക്തിക്കുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല, ഞാൻ ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ, ഒരു കൂട്ടായ്മയ്ക്കകത്ത് ചെല്ലുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം. ഒന്നാമത്തെ കാര്യം തന്നെ ഐക്യമാണ് പ്രധാന കാര്യം. അങ്ങനെ ആണെങ്കിൽ ഈ ഐക്യത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട കുറെ വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പാലിക്കണം. ഈ മദ്യപാനം മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് ചേരാൻ വേണ്ട ഒരു യോഗ്യത. അത് എനിക്കുണ്ടാവണം. പിന്നെ മുഴുവനായി ബാധിക്കുന്ന സംഗതികൾ വെച്ച് സ്വയം പര്യാപ്തി അത് ഞാൻ പാലിക്കണം. എല്ലാ സംഗതിയും എടുത്ത് അനാമധേയത്വം എന്ന ആദർശം അത് ഞാൻ പാലിക്കണം. ഈ ഞാൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പാരമ്പര്യം. ഞാൻ എവിടെയായിരിക്കുമ്പോ, ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോ ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ ഒരു ഒന്നിച്ചായിരിക്കുമ്പോൾ ചെയ്യുന്നത്. കാരണം ഒന്നിച്ച് നേടാൻ പറ്റുന്ന ഒരു ലക്ഷ്യമാണിത്. ഒറ്റയ്ക്ക് നേടാൻ പറ്റാത്ത ഒരു ലക്ഷ്യമാണ്. ഒന്നിച്ചേ നേടാൻ പറ്റൂ. വടംവലി പോലെയാ. 7 പേരുണ്ടെങ്കിലേ വലിക്കാൻ പറ്റൂ. വടംവലി ഒറ്റയ്ക്ക് അല്ലല്ലോ വലിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് ഒന്നിച്ചേ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആണെങ്കിൽ ആ കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ ഞാൻ പാലിക്കേണ്ട കുറേ സംഗതികളുണ്ട്. അത് ഞാൻ പാലിക്കുമ്പോഴാണ് അതിലൊന്നാമത്തെ കാര്യമാണ് ആ കൂട്ടായ്മ നിലനിന്നാൽ മാത്രമേ, ഐക്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഇതൊക്കെ എന്ത് നടക്കുള്ളൂ. ഈ പറഞ്ഞ എന്റെ കാര്യം, പേഴ്സണൽ കാര്യങ്ങളായ പടി നടക്കുള്ളൂ, പാരമ്പര്യം നടക്കുള്ളൂ. ഇത് എല്ലാത്തിനും നടക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട സാധനമാണ് ഐക്യം. അല്ലേ പിന്നെ ഒന്നും നടക്കില്ല. ഞാനും ഇല്ല, ഞങ്ങളും ഇല്ല. താങ്ക് യു വിജയമാഷ്. ആരോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തായിരുന്നു. സംശയങ്ങൾക്ക് മുമ്പിട്ട് വരാം. നമുക്ക് 10 മിനിറ്റോടെ ഉണ്ട്. മുമ്പിട്ട് വരാം. അതായത് വിജയമാഷ് പറഞ്ഞോണം, നമ്മള് കാട്ടിലൂടെ സഞ്ചരിച്ച് നമ്മൾ നേരെ വഴിക്ക് പോയി ആക്കടെ എത്തിക്കടുത്ത് ചെന്ന് കഴിയുമ്പോ വഴിയേക്കടെ പോയ ആള് പറയുന്ന പുള്ളിയോട് യോജിച്ച് മുമ്പിട്ട് പോയാലേ പ്രയോജനമുള്ളൂ എന്നാ. അതല്ലേ വിജയമാഷ് ഉദ്ദേശിച്ചേ? ഓക്കെ, നമ്മളൊരു വഴിക്ക് ഒരു സമ്മേളനത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്ന കാഴ്ച വളരെ ഭീകരമാണ്. നമ്മൾ ഏരിയ കൂടെ വന്നേന്നറിയോ? നേരെ വഴി, നല്ല വഴി ഉണ്ടായിരുന്നു അതില്. എന്നിട്ട് വലിയ കനാലൊക്കെ ഇറങ്ങി കടന്ന് നീന്തി കടന്നിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയത്. ഇനി അങ്ങോട്ടുള്ള യാത്ര ഒന്നിച്ചു പോകാവുന്നതാണ്. പക്ഷെ നമ്മളുള്ള അഹങ്കാരം പലപ്പോഴും നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് എത്തിച്ചിട്ടും നമ്മൾ സമ്മതിക്കാൻ തയ്യാറാകാത്ത അവസ്ഥയായിട്ട് പോകുന്നുണ്ടല്ലോ നമ്മള്. ഇല്ല, നമ്മള് കൂട്ടം വിട്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് മല കയറും, പാറ കയറും, ഉഗ്രം പിടിച്ച വഴിയിലൂടെ നമ്മൾ യാത്ര തുടരും. ചിലപ്പോ കാലിടറി വീഴുകയും ചെയ്യും. അത് ഒറ്റയ്ക്കാന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയത്തെക്കാളും ഉപരി ആരെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ. മുമ്പിട്ട് വരാം, നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വിജയമാഷ ഈ സുബോധ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ പറഞ്ഞു പോയപ്പോ നിങ്ങളുടെ മനസ്സിൽ വന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഉപകാരമായിരിക്കും. ആർക്കാണ് സാഹചര്യമുള്ളത് മുമ്പിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ? എല്ലാവരും നാട്ടിലുള്ള ആളുകൾക്ക് പിന്നെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പുറത്തുള്ള ആളുകൾക്ക് മുമ്പിട്ട് ഒന്ന് ജോലിയിലല്ലാത്തവർക്ക് ഷെയർ ചെയ്യാം. നാരായണനൊക്കെ ഉറങ്ങിക്കാണ്. സജീഷ്,
മനോജ് ഭായി. ഡൽഹിയിലേക്ക് ഉറക്കമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു, വിളിക്കുന്നില്ല. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ശ്രീനു. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. ഞാൻ മദ്യാസക്തനായ ഈശ്വരവേലു ഏടമാത്തായ കൂട്ടാൻ സഞ്ചരിക്കുന്നതല്ല. ഞാൻ മദ്യപിച്ചില്ല. എൻ്റെ ശ്രീന്. ഉദയം വരൂ. ഞാനിപ്പോ ഷെയർ ചെയ്യാന്ന് പറഞ്ഞാല് ഞാനിപ്പോ എയില് എന്ന മാത്തായ കൂട്ടായ്മയിൽ എത്തിയിട്ട് കാര്യം ഈ പറഞ്ഞ പോലെ 2019 എത്തിയതാണ്. പക്ഷെ ഈ പറഞ്ഞ രീതിയിലുള്ള എന്താ പറയാ, നമ്മുടെ മദ്യപാന്മാർക്കുള്ള ആ ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ അഹങ്കാരം എന്ന് പറഞ്ഞൊരു പ്രശ്നം. ഞാൻ 2019 എത്തിയിട്ടും പല പ്രാവശ്യം സ്ലിപ്പായി അവസാനം ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം ഞാൻ രണ്ടാമത് പിന്നീട് ഞാൻ എയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. കാരണം എനിക്ക് മനസ്സിലായി, കാരണം എ എന്ന കൂട്ടായ്മയിലൂടെ അല്ലാതെ എനിക്ക് സുബോധമുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം 2019 എയിൽ വന്നിട്ടും ഞാൻ പല പ്രാവശ്യം ഈ പറഞ്ഞ പോലെ കേൾക്കാനോ അംഗീകരിക്കാനോ അതിലൂടെ മുന്നോട്ട് പോകാനോ ഞാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. കാരണം വേറെ ഒന്നല്ല, എയിൽ വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. എന്നിരുന്നാലും വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ വന്നതിന് ശേഷം സ്ലിപ്പായി. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എൻ്റെ ബ്രദർ ഇതിനകത്ത് കുറച്ച് നാളുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അംഗീകരിക്കാനുള്ള ആ ഒരു മനസ്സോ അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു എന്താ പറയുക ചിന്തയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ 2019 എത്തി, സ്ലിപ്പ് ചെയ്തു. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ പിന്നെ പോകുന്നത് എൻ്റെ പഴയ പണ്ട് പറഞ്ഞിട്ടിരുന്ന പോലെ എൻ്റെ അഭിദോസ്തുക്കളുടെ അടുത്തേക്കായിരുന്നു. പക്ഷെ അവരൊക്കെ മദ്യപിക്കാൻ വേണ്ടി മാത്രമുള്ള സുഹൃത്തുക്കളാണ് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ അടിതെറ്റി 2020 ലാസ്റ്റ് ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആംബുലൻസിൽ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയമായിരുന്നു. ബൈസ്റ്റാൻഡർക്കൊക്കെ ഒത്തിരി പൈസ മുടക്കി ഞാൻ വീട്ടിൽ അവിടെ വന്നു. അവിടെ നിന്ന് തന്നെ നേരെ എൻ്റെ വൈഫ് ഹൗസ് തൃശ്ശൂരാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഇവിടെ ആംബുലൻസിൽ കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ ഒരു 2 മാസത്തെ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്ന കൂട്ടായ്മയിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ നേടാൻ പറ്റില്ല എന്നും എന്ന ഈ മഹത്തായ കൂട്ടായ്മയിലൂടെ പഴമക്കാരെ കൈപിടിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ്, അഹങ്കാരം മാറ്റിവെച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഞാനെന്ന വ്യക്തിക്ക് ഇതിലൂടെ സഞ്ചരിച്ച് മുന്നേറി സുബോധവാനായി സഞ്ചരിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലായി. എന്താണ് അങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയിട്ട് ഇപ്പോ 41 മാസം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 1-ാം തീയതി വരുമ്പോൾ 42 മാസമാവും. നാളെ ആകുമ്പോൾ എന്ന് വെച്ചാൽ അധികം താമസിക്കാതെ മണിക്കൂർ കഴിയുമ്പോഴത്തേനും 42 മാസമാവും. എന്താണെങ്കിലും ഞാനിപ്പോൾ വളരെയേറെ സുബോധവാനാണ്, വളരെയേറെ സന്തോഷവാനാണ്. കാര്യം ഈ പറഞ്ഞ പോലെ എയിൽ വന്നപ്പോൾ ബിഗ് ബുക്ക് ഒന്നും വായിക്കാനുള്ള സന്മനസ്സോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ പിന്നീടും കുറെ നാൾ എയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ബിഗ് ബുക്ക് വായിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് തന്നെ. എന്താണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഈ വലിയൊരു എന്താ പറയാ ദൈവത്തിന്റെ അനുഗ്രഹം, എല്ലാവരും പഴമക്കാർ പറയണ പോലെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയവർക്ക് മാത്രമേ ഇതിലൂടെ സഞ്ചരിക്കാനും ഇതിൽ വന്നു ചേരുവാനും ഇതിലൂടെ സുബോധവാനായി ജീവിക്കാനും പറ്റുള്ളൂ എന്നൊക്കെ ആദ്യം ഞാൻ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയവർക്ക് മാത്രമാണ് ഇതിലൂടെ സഞ്ചരിക്കാനും ഈയുടെ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനും അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായ ഒരു സത്യസന്ധമായ ഒരു ജീവിതം കണ്ടെത്താൻ കഴിയുമെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും സാറ് പറഞ്ഞ പോലെ ഈ ഒറ്റയ്ക്കല്ല കൂട്ടമായി നടന്നാൽ മാത്രമാണ് നമുക്ക് ഇതിലൂടെ നടക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായത് വളരെ വൈകിയാണ്. എങ്കിലും സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. കാരണം ആദ്യമൊക്കെ ഇതിൽ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ വൈകി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴെങ്കിലും മീറ്റിംഗ് വരുന്നു. കാര്യം എനിക്ക് 2-വീലർ വർക്ക്ഷോപ്പാണ്. എൻ്റെ വർക്ക്ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് അന്ന് ബിവറേജ് ആയിരുന്നു. ഇപ്പോഴും ബിവറേജ് ഉണ്ട്. ഇപ്പൊ ഞാൻ അവിടുന്ന് മാറി. അപ്പൊ എന്താ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് 8 മണിക്ക് മീറ്റിംഗ് കഴിഞ്ഞ് നേരെ വരുന്ന വർക്ക്ഷോപ്പിലേക്കായിരിക്കും. വർക്ക്ഷോപ്പിൽ ഏതെങ്കിലും പഴയ കമ്പനിക്കാരുണ്ടാവും, അവര് സാധനം മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വേണ്ടാന്നൊക്കെ ആദ്യം പറഞ്ഞാലും പിന്നീട് അത് വീണ്ടും സ്ലിപ്പായി പോവായിരുന്നു. എന്താണെങ്കിലും ഇപ്പൊ അതെല്ലാം മാറി. ജീസന്റെ അനുഗ്രഹം കൊണ്ട് സുഖകരമായി പോകുന്നു. വീട്ടിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല, ജോലി സ്ഥലത്തും പ്രശ്നമില്ല. അതിനുശേഷം പിന്നെ ഈ സത്യം പറഞ്ഞാൽ ഒരു സോഡ പോലും കുടിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ,
ഇനി ശ്രീനു ഇനി നീ മുന്നോട്ട് പോകണമെങ്കിൽ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം. ഡി അഡിക്ഷൻ സെന്ററിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം തന്നെ സ്വയമായിട്ടും ചിന്തിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എന്ന മഹത്തായ കൂട്ടായ്മ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിലൂടെ തന്നെ നോക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് നാള് വേണ്ടി വന്നു. വീണ്ടും വെയിൽ വന്നിട്ടും കുറച്ച് നാൾ വേണ്ടി വന്നു. എന്താണെങ്കിലും ഇന്ന് ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. കാരണം ഇപ്പൊ കിട്ടുന്ന ഈ ഒരു സൗഭാഗ്യം, അല്ലെങ്കിൽ ഈ ദൈവം തന്ന ഒരു അനുഗ്രഹത്തോടുള്ള ജീവിതം, ഇതൊന്നും നേരത്തെ ഞാൻ സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ജീവിതമേ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അറിയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ എന്താ പറയുക, വളരെയേറെ സന്തോഷവാനാണ്. അതുകൊണ്ട് കൂട്ടായ്മയുടെ കൂടെ മാത്രം സഞ്ചരിച്ചാലാണ് സുബോധം നേടാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ സാറ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. കാരണം ഇപ്പോഴും ഇന്ന് ഞാനൊരു ഫിസിക്കൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നതാണ്. നമ്മുടെ മുളന്തുരുത്തി അനുഗ്രഹയിലെ മീറ്റിംഗ് ഉണ്ട്. എൻ്റെ നാട് മുളന്തുരുത്തിയാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നതാണ്. എന്താണെങ്കിലും സാറ് പറഞ്ഞതിനോട് ഞാൻ വളരെയേറെ എന്താ പറയാ, ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ലായിരുന്നു. ഞാനിങ്ങനെ കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മിറ്റായി സ്റ്റാറിൽ. എന്താണെങ്കിലും വളരെയേറെ നന്ദിയുണ്ട്. എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീനിവാസ്, താങ്ക് യു വെരി മച്ച്. വീണ്ടും ബിനുഭായ് ഒന്ന് ചോദിക്കാണ്ടായിരുന്നു, ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഓക്കെ. സുഹൃത്തുക്കളെ, വ്യത്യാസം ദൈവാനുഗ്രഹം എന്നെ മതിപ്പിച്ചില്ല. എന്റെ പേര് സലീൽ. അപ്പൊ മാഷേ, ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പാടികളെ ജീവിതം എന്തിന് കുടിക്കാതിരിക്കണം എന്നൊക്കെയാണ്. നല്ല ഒരുപാട് മെസ്സേജുകൾ മാഷ് അത് അവതരിപ്പിച്ചും ചെയ്യും. മറ്റൊന്ന് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല്, ഒരു പുതുമക്കാരൻ കടന്നു വരുമ്പോൾ കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ വിശകലനം നടത്താലോ, ചിന്തിക്കാലോ നമുക്ക്. അവന് എന്ത് കിട്ടുന്നു, എന്ത് കൊടുക്കുന്നു, അങ്ങനെ ഒരാൾക്ക് എന്ത് പ്ലാനിങ് ആണ് എന്നുള്ളത് കൂടി ഒന്ന്. കാരണം ഇപ്പൊ ഈ 12 പടികളിൽ കൂടി പോയവർക്ക് 11ാം പടിയിൽ 12 പടിയിൽ പറയുന്നുണ്ട്, ഈ പടികളിൽ കൂടി കിട്ടിയ ആത്മീയ പ്രചോദനം മറ്റു വ്യത്യാസങ്ങൾക്കും അത്തരമൊരു രീതി കാണാൻ സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് നിന്ന് 4 കുടിക്കഥയും പറഞ്ഞ് അവനെ ഇതാക്കാണോ? എങ്ങനെയാന്നല്ല, ടോട്ടലി എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു വെറുതെ ഒരു ചർച്ച മതി. ഓക്കെ, മാഷക്ക് മനസ്സിലായോ ഞാൻ ചോദിച്ച ഇന്ത്യ ചോദ്യം? നല്ല ചോദ്യമാണ്. കുറച്ച് സമയം വേണം പറയാൻ. 27ആയി. എന്നാലും ചുരുക്കി പറയാം. ഈ മദ്യപാനം ഒരാളുടെ ശാരീരികമായ അവസ്ഥയെ തകിടം മറിക്കുക എന്നുള്ളതാണ് നമ്മൾ കള്ളു കുടിക്കുമ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അത് മാനസികമായ അവസ്ഥയാണ് തകിടം മറിച്ചതെന്നും, കുടിക്കാൻ ഒരാൾ കുടിക്കണത് അയാളുടെ ശരീരം ആവശ്യപ്പെട്ടിട്ടല്ല. ഇപ്പൊ നമുക്ക് ദാഹിക്കുന്നതും വിശക്കുന്നതും നമ്മളുടെ ശരീരം ആവശ്യപ്പെട്ടിട്ടാണ്. എന്നാൽ മദ്യപിക്കുന്നത് ശരീരം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമല്ല, ശരീരത്തെക്കാൾ എത്രയോ ഇരട്ടി മാനസികമായ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ മദ്യപിക്കുന്നത്. അതായത് മദ്യത്തിലേക്ക് നയിക്കുന്നത് പലതും ചിന്തകളാണ്. അപ്പൊ ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് ആദ്യം മാറ്റേണ്ടത് അയാളുടെ ചിന്തകളാണ്. ചിന്തകളെ മാറ്റുക എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഒറ്റയ്ക്ക് സാധിക്കുകയുമില്ല. അത് സാധിക്കണമെങ്കിൽ അത് മാറ്റിയെടുത്ത ആൾക്കാരുടെ കൂടെ കുറച്ച് ദിവസം നടക്കുകയും അതെങ്ങനെ മാറ്റിയെടുത്തു എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പുതിയ അവസ്ഥയിലേക്ക് നമുക്ക് ചിന്തയെ മാറ്റിയെടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മദ്യത്തെ മാറ്റി നിർത്താൻ കഴിയും. മദ്യത്തിലേക്ക് നയിക്കുന്ന ചിന്ത ഉണ്ടാവാനുള്ള 100 കണക്കിന് സാധ്യതകളുണ്ട്. ഓരോന്നും എടുത്ത് നമുക്ക് ആ ചിന്തയെ നമുക്കൊന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ കഴിയും. അവിടെ ഒരു പരിവർത്തനം, ആ ചിന്തയിൽ ഒരു പരിവർത്തനം നടത്തുകയാണെങ്കിൽ മാത്രമേ കുടിക്കാതിരിക്കാൻ കഴിയുള്ളൂ. അത് കുടിക്കാതിരിക്കണമെന്ന് ആദ്യം ആഗ്രഹം വേണം,
2 മദ്യാസക്ത രോഗിയാണെന്നുള്ളൊരു ചിന്ത വേണം. പിന്നെ നമുക്ക് അതെങ്ങനെ മാറ്റിയെടുക്കാന്നുള്ള ആലോചന. ആ ആലോചനയ്ക്ക് ഒറ്റയ്ക്ക് നടക്കില്ല, സപ്പോർട്ട് വേണം. അതാണ് കൂട്ടായ്മയിലൂടെ നടന്നാൽ കിട്ടുക എന്നാണ് ഒരാളോട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു, ചുരുക്കി പറഞ്ഞില്ല. ഹലോ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. മധ്യാസക്തനാണ്. ദൈവത്തിന്റെ കൃപയാൽ കൂട്ടായ്മയിൽ ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ജോജിമോൻ. ജോജിമോൻ. ഞാൻ വിജയൻ മാസ്റ്ററോട് സംശയമായിട്ടാണ്, ഒരു അനുഭവം കൂടെയാണ്. പക്ഷെ ഞാനൊരു 30 വർഷത്തോളം മദ്യപിച്ച ഒരു വ്യക്തിയാണ്. ഏകദേശം 22 വർഷം മുമ്പ് എയിൽ വരാൻ സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിനധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ആഴ്ചത്തെ ആയുസ്സം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എയിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഏകദേശം ഒരു 6 വർഷം മുമ്പാണ് എയിലൊക്കെ വരുന്നതും വീണ്ടും ഇത് ചെയ്തും. അതിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഏകദേശം 5 വർഷത്തോളം മദ്യപിച്ചിട്ടും ഇതായിട്ടും എയിലിപ്പോ എയിലുണ്ട്. കാരണം ഇപ്പൊ കുറെ 5-8 മാസങ്ങളായിട്ട് സ്ഥിരമായിട്ട് എയിലുണ്ട്. എല്ലാ ദിവസവും തന്നെ എന്ന് പറയാം, മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഈ 6 വർഷം മദ്യപിച്ചിട്ടില്ലേ പോലും ഞാനിപ്പോ സ്റ്റേറ്റ്സിലാണ്. ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് ഏകദേശം 5 വർഷം മുകളിലായി, 6 വർഷം മുകളിലായി. അപ്പൊ ഞാൻ ഈ ജൂണിൽ ഞാനത് മനഃപൂർവ്വം പലതും ഒഴിവാക്കി പോകാതിരിക്കുകയായിരുന്നു. പല സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവായി നിൽക്കുകയൊക്കെ ആയിരുന്നു. അതിങ്ങനെയൊക്കെയാണ് എനിക്ക് ശക്തി കിട്ടിയ കൂട്ടായ്മയിലും ഈ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി ഒഴിഞ്ഞു മാറിയൊക്കെയാണ് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റി ഈ 5 വർഷത്തോളം. പക്ഷെ ഞാനിപ്പോ അടുത്ത 2 മാസത്തിനകം നാട്ടിൽ പോവുകയാണ്. എനിക്ക് പോകാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നെ അമിതമായിട്ട് അത് ഉത്കണ്ഠപ്പെടുത്തുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര ആകുലതകളുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നുന്നു ഇപ്പോഴേ. കാരണം നാട്ടിൽ പോയുള്ള സാഹചര്യങ്ങളും ആ സിറ്റുവേഷൻസും ഒക്കെ ഒത്തിരി പറഞ്ഞറിയിക്കാൻ അപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങളാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട്. പക്ഷെ പോകാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എനിക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തെ കൊണ്ട് മാത്രം പോവാണ്. കാര്യം ഞാനിപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യാനായിട്ട് മീറ്റിങ്ങുകൾ എല്ലാ ദിവസവും പറ്റുന്നിടത്തോളം മാക്സിമം മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. ഈ 2 മാസം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് കൂടുതൽ ശക്തി പ്രയോഗിക്കാനായിട്ട്. പക്ഷെ എനിക്ക് അതിന്റെ പേടി എന്നിൽ നിന്നും മാറുന്നില്ല. എനിക്ക് അതിന് സാറിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ. നല്ല ചോദ്യമാണ്. 5 വർഷം കൂടി വരികയാണ്. പഴയ എല്ലാ തരികിട ടീമുകളും ഇവിടെ ഉണ്ടാവും. ആ സ്ഥലത്തേക്കാണല്ലോ പോണേ, എന്ത് ചെയ്യുന്നുള്ളതാണ്. അതിന് ഇപ്പൊ സമയത്ര ആയതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിലൊരു സംഗതി പറയാം. എത്ര ദിവസമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്, എത്ര ദിവസം ഇവിടെ ഉണ്ടാവുക കേരളത്തില്? 40 ദിവസം. 40 ദിവസം. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ട ഒരു പണി എന്ന് പറഞ്ഞാല്, നിങ്ങള് ഈ എമ്പുരാനെ ഇറക്കിയ പോലെ നല്ലൊരു തിരക്കഥ എഴുതുക തന്നെയാണ്. തിരക്കഥ ശരിക്കും എഴുതി വെക്കുക, പ്ലാൻ ചെയ്യുക. കാരണം ഞാൻ അവിടെ ഇറങ്ങുന്നു, അത് കഴിഞ്ഞ് ചിലപ്പോ ഇന്ന ആൾക്കാരെ കാണുന്നു, അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ചിലപ്പോ അവര് കുടുംബക്കാരെല്ലാം അവിടെ ചെല്ലുമ്പോ അവർ അങ്ങനെ പറയും, അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ പ്ലാൻഡ് ആയിരിക്കണം യാത്ര. അവിടെ ചെല്ലുമ്പോ പറയാൻ സാധ്യതയുള്ള ഡയലോഗ്, കൊണ്ടുവരാൻ സാധ്യതയുള്ള കുപ്പി, അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുള്ള രൂപം, രേഖ, ഇതെല്ലാം ശരിക്കും ഒന്ന് വിഷ്വലൈസ് ചെയ്ത് അവിടെ ഞാൻ എടുക്കാൻ സാധ്യതയുള്ള ഈ തീരുമാനത്തെ ഒന്ന് ശരിക്കും ഡയലോഗ് അടക്കമുള്ള കുറച്ച് സാധനത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങ് പോയി. 40 ദിവസമല്ലേ? ആ 40 ദിവസത്തെ ശരിക്കും ഒരു തിരക്കഥ എഴുതി പോയി കഴിഞ്ഞാല് അത് എല്ലാ ദിവസത്തെയും വേണ്ടി വരില്ല. കാരണം ഒരേ സിറ്റുവേഷൻ തന്നെ പലവട്ടം വരും. അവിടെ ശരിക്കും പ്രീ പ്ലാൻഡ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ ബാറിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്, കള്ളു കുടിക്കാൻ സാധ്യതയുണ്ട്, അവിടെ സാധ്യതയുണ്ട്, ഇങ്ങനെ സാധ്യതയുണ്ട്, 100 കണക്കിന് സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ശരിക്കും ഒരു തിരക്കഥ പോലെ മുന്നിൽ കാണാം. എന്നിട്ട് ഞാനിപ്പോ കുടിക്കാത്ത ആളാണ്, 5 വർഷമായിട്ട് കുടിക്കാത്ത ആളല്ലേ. അപ്പൊ അങ്ങനെ കുടിക്കാത്ത ഒരാൾ അവിടെ എങ്ങനെയാണ് അവിടെ ഇടപെടേണ്ടത്, അപ്പൊ എന്റെ മുഖഭാവം എന്തായിരിക്കണം, എന്റെ ഡയലോഗ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാം. ഒന്ന് പ്ലാൻ ചെയ്താൽ, പ്ലാനിങ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാല് ചിലപ്പോ എന്താ പറയാ, കുറച്ച് ധൈര്യവും കുറവുണ്ടെങ്കിൽ പറയാൻ വേണ്ട ചിലപ്പോ എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇങ്ങനെ ചെല്ലുക. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് എന്റെ നമ്പർ വാങ്ങി വെക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ
എന്നെ വിളിക്കുക ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്ക് എന്നെ തന്നെ സാറേ പേടി, ശരിക്കും പറഞ്ഞാല്. നിങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് എന്നെ വിളിക്കൂ. ഉറപ്പായിട്ടും വിളിക്കും, ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു ജോജോൻ ചേട്ടാ, താങ്ക് യു ഖലീലിക്ക, വിജയമാഷ്, നന്ദിയുണ്ട്. ഏകദേശം സമയമായിരിക്കുകയാണ്. ആർക്കെങ്കിലും പെട്ടെന്ന് ചോദിക്കാട്ടോ, 1-2 മിനിറ്റ് എടുത്ത്. ഞാനൊരു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നോക്കണ്ട വെയിറ്റ് ചെയ്യണേ. ആയിക്കോട്ടെ ജോലി ചേട്ടാ. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. വീണ്ടും വരിക. വിജയമാഷോടുള്ള നന്ദി ഞങ്ങളുടെ എല്ലാ ചെമ്പിലും ഗ്രൂപ്പിന്റെ പേരിലും രേഖപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിച്ചേട്ടനോട് നന്ദി പറഞ്ഞ് ജോലിച്ചേട്ടൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥന ഏറ്റുമില്ല. ജോലിച്ചേട്ടാ. സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്തനാണ്. ദൈവകൃപയാലും ഏന്ന് ഫിലിഷ്മിടെ സഞ്ചരിക്കുന്നതിനാലും ഇന്ന് മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ജോളി. ഹായ് ജോലിച്ചേട്ടാ. ഞാൻ വിജയമാഷിനോട് ഒരു റിക്വസ്റ്റ് കണക്കെ, കാരണം സുബോധ ജീവിതത്തിന്റെ ആ ഇത് ഇവിടെ തീർന്നെങ്കിലും ഈ ബലഹീനരും ശക്തിയില്ലാത്തവരും, കാരണം വെച്ചാൽ ഇപ്പൊ ജോജി പറഞ്ഞതുപോലെ സ്വയം പേടിയുള്ളവരും ഒക്കെയാണ് ഞങ്ങള്. ഇപ്പൊ ഇനിയും ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അത് ഈ ശക്തി പകരാൻ വിജയമാഷ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ ഞാനും അടുത്ത മാസം നാട്ടിൽ പോകാനിരിക്കുന്ന ഒരാളാണ്. മകൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം പല രീതിയിലുള്ള പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം ജോജിയോട് സാറ് പറഞ്ഞ ആ കഥ വളരെ, ആ തിരക്കഥ എന്ന് പറഞ്ഞത് വളരെ പ്രയോജനപ്രദമായിട്ട് എനിക്കും തോന്നുന്നു. വളരെ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. കാരണം അത്രയും നമ്മളൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും എന്ന് ഞാൻ സർവശക്തനാണുള്ള ശക്തി തരട്ടെ എന്ന് എല്ലാവർക്കും ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.